യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കുറ്റപ്പുഴ സെവന്തര അഡ്വന്റിസ്റ്റ് സഭയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടക്കുന്ന സുവിശേഷ യോഗ പരമ്പരയിൽ പങ്കെടുക്കുവാനായി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, വിശേഷിച്ച് എല്ലാ വിശ്വാസികളെയും, നല്ലവരായ സമീപവാസികളെയും, മറ്റെല്ലാവരെയും, പ്രിയപ്പെട്ട പാസ്റ്റർമാരെയും എല്ലാവരെയും ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയും സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. ഈ യോഗം ഇവിടെ നടത്തുവാൻ താല്പര്യം കാണിച്ച പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ജോസൂട്ടി സാറും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും, അതുപോലെ തന്നെ ഇന്ന് ആ ഭവനത്തിൻ്റെ ഭാഗമായ ചന്ദ്രൻ സാർ നമ്മോടൊപ്പം ഉണ്ട്. ചന്ദ്രൻ സാറിനും പ്രത്യേകിച്ച് ആ കുടുംബത്തിന് ആകമാനം നന്ദി രേഖപ്പെടുത്തുവാനും ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന് മുൻകൈ എടുത്ത് കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ താല്പര്യം കാണിച്ച പാസ്റ്റർ റിജോ മോനും മറ്റ് സംഘാടകരായിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകം നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഇന്ന് ഈ സായാഹ്നത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ പാസ്റ്റർ ജോയ്മോൻ മത്തായിയാണ്. അതുകൊണ്ട് നിങ്ങൾ സ്വല്പം നിരുത്സാഹത്തിലായിരിക്കുന്നെങ്കിൽ ഉത്സാഹപ്പെട്ടോളൂ. ഞാനല്ല പ്രസംഗിക്കുന്നത്.
നിങ്ങൾക്ക് ഉത്സാഹത്തോടെ ഇരിക്കാം. പാസ്റ്റർ ജോയ് മോൻ തീർച്ചയായിട്ടും നമ്മൾക്ക് ഇന്ന് ആവശ്യമുള്ള ദൂത് അദ്ദേഹം തീർച്ചയായിട്ടും നമുക്ക് നൽകും. അങ്ങനെ ദൂത് ലഭിച്ച് നിറഞ്ഞവരായി ഇവിടുന്ന് കടന്നു പോകുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഇടയാക്കട്ടെ എന്ന് ആമുഖമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ പാസ്റ്റർ റിജോ മോന് ആമുഖമായി പറയുകയുണ്ടായി, മറ്റെല്ലാ സഭകളിലും മുറ്റത്ത് കൺവെൻഷൻ നടക്കുന്നു, എൻ്റെ സഭയിലും മാത്രം ആരും അതിന് താല്പര്യപ്പെടുന്നില്ല എന്ന് പറയുകയുണ്ടായി. വാസ്തവത്തിൽ അത് യാഥാർത്ഥ്യമാണ്. നമ്മൾ താല്പര്യം കാണിച്ചാൽ പാസ്റ്റർ നമ്മളുടെ അസിസ്റ്റൻസിനുണ്ടാവും. പക്ഷെ നമ്മൾ താല്പര്യം കാണിച്ചില്ലെങ്കിൽ അത് കഷ്ടമാണ്. വാസ്തവത്തിൽ എന്താണ് താല്പര്യം കാണിക്കുക? ഇന്ന് മാത്രമല്ല, ആദിമ കാലഘട്ടത്തിൽ പോലും, അതായത് സുവിശേഷത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജാകരമായി ചിന്തിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജാകരമായി ചിന്തിച്ച ധാരാളം കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ സുവിശേഷം ലജ്ജാകരമായി കണക്കാക്കിയിരുന്നു നമ്മൾക്ക് മുമ്പുള്ള പൂർവികന്മാരിൽ ക്രിസ്ത്യാനിത്വത്തിൻ്റെ തുടക്കത്തിൽ തന്നെ. ചന്ദ്രൻ സാറ് വേദവായനയായിട്ട് ഏത് ഭാഗമാണ് വായിച്ചത്? 1:16 സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന യവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പൗലോസ് എടുത്തു പറഞ്ഞിരിക്കുന്നു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് എടുത്തു പറയണമെങ്കിൽ സമൂഹം, അന്നുണ്ടായിരുന്ന ജനം ലജ്ജാപരമായി സുവിശേഷത്തിൽ എന്തോ ലജ്ജാപകമായി കണക്കാക്കിയിരുന്നു. അതുകൊണ്ടാണ് അത് എടുത്തു പറയേണ്ടി വരുന്നത്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന്. അപ്പോൾ പൊതുജനം, സമൂഹം ലജ്ജാവഹമായി കണക്കാക്കിയിരുന്ന എന്തോ അന്ന് അടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നാം കാണുന്ന ക്രിസ്ത്യാനിത്വമേ അല്ല. നഷ്ടപ്പെട്ടു പോയ പർദീസയിലേക്ക് മനുഷ്യനെ തിരികെ എത്തിക്കുവാൻ, നിന്റെ രാജ്യം വരേണമേ എന്ന പ്രാർത്ഥന സഫലമാക്കുവാൻ നമുക്കൊരു പ്രസ്ഥാനം കൂടിയേ തീരൂ. നിന്റെ രാജ്യം വരേണമേ എന്ന് നാം പ്രാർത്ഥിക്കാറുണ്ട്. ഈ പ്രാർത്ഥന സഫലമാകണമെങ്കിൽ ഒരു പ്രസ്ഥാനം ഉണ്ടാകണം. ആ പ്രസ്ഥാനമാണ് സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭ. എല്ലാവർക്കും ഉറക്കെ പറയാം, ആമേൻ, ധൈര്യമായിട്ട് പറയാം. ആ പ്രസ്ഥാനമാണ് സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭ. അപ്പൊ നിങ്ങൾ പറയും, എല്ലാ സഭകളും ഇത് തന്നെയാ പറയുന്നത്. എല്ലാ സഭകളും ഇത് തന്നെയാ പറയുന്നത്. വ്യത്യാസം നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് വ്യത്യാസം? അതൊന്നും വചനപ്രകാരമുള്ള പ്രസ്താവനകളല്ല. നാം വചനപ്രകാരമാണ് പറയുന്നത്. സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭ ദൈവസഭയാണ്. അതിന് തെളിവ് വചനത്തിലുണ്ട്. 2 തിമോത്തി, ആരെങ്കിലും ഒക്കെ ഒന്ന് പെട്ടെന്ന് വായിക്കണം, നമ്മൾ കൺവെൻഷനായിരിക്കുന്നത്. 2 തിമോത്തി 2:15 കിട്ടിയില്ലയോ? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. അതെ, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്, അതാണ് പാസ്റ്റർ ജോയ് മോൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നതിനായി നിൽപ്പാൻ ശ്രമിക്കുക. ഈ ശ്രമം നമുക്കുണ്ടാവണം. ആ ശ്രമത്തിന്റെ ഒരു ഭാഗമാണ്, തുടക്കമാണ് ഈ മുറ്റത്ത് കൺവെൻഷൻ. താങ്ക് യു ജോസൂട്ടി സാറേ, താങ്ക് യു. ഇതൊരു നല്ല കുറ്റപ്പുഴ സഭയ്ക്ക് ഒരു നല്ല തുടക്കമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വാസ്തവത്തില് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്തവരായി നാം നിൽക്കണം. നാം സഭയ്ക്ക് വേണ്ടപ്പെട്ടവരായി അങ്ങനെ നിലകൊള്ളണം. സുവിശേഷത്തെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അന്ന് പഴയ കാലങ്ങളിൽ സുവിശേഷത്തെ പറ്റി ലജ്ജാകരമായ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അല്ലെങ്കിൽ അന്ന് ലജ്ജാവഹമായി കണക്കാക്കിയിരുന്ന ഒരുപാട് കാര്യമുണ്ടായിരുന്നു. കാരണം ഒരു റോമ സിറ്റിസന് ഒരിക്കലും ക്രൂശിതനായിരുന്നില്ല. അല്ലെങ്കിൽ ക്രൂശ് അവഗണിക്കപ്പെട്ട ഒരു സംഭവമാണ്. നികൃഷ്ടം പിടിച്ച ആൾക്കാരെ മാത്രം ശിക്ഷിക്കുന്ന ഒരു മാർഗമായിരുന്നു ക്രൂശ് മരണം. ആ ക്രൂശിൽ ക്രൂശിതനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുക, അവന്റെ പിൻഗാമിയായി പോകുക. അന്ന് അത് നികൃഷ്ടം പിടിച്ച ഒരു കാര്യമായി ജനം കണക്കാക്കിയിരുന്നു. ഇന്നത്തെ മാന്യത അന്ന് ക്രിസ്ത്യാനിത്വത്തിനില്ലായിരുന്നു. ആ കാലയളവിലാണ് പൗലോസ് പറയുന്നത്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക്
ലജ്ജയില്ല. സാഹചര്യം മനസ്സിലാക്കണം. ഇതിലെന്ത് വലിയ കാര്യം ഇരിക്കുന്നു? സുവിശേഷത്തിൽ ആർക്കും ലജ്ജ? നമുക്ക് ആർക്കും ലജ്ജയില്ല. നിങ്ങൾ അന്നത്തെ സാമൂഹ്യമായ സിറ്റുവേഷൻ, കെട്ടുപാട് നിങ്ങൾ നോക്കണം. അല്ലെങ്കിൽ ഏറ്റവും നികൃഷ്ടം പിടിച്ച ഒരു വ്യക്തി, ഒരു റോമ സിറ്റിസനെ ഒരിക്കലും, ഒരു റോമ പൗരനെ ഒരിക്കലും ക്രൂശ് മരണത്തിൽ നിന്ന് അവനെ ഒഴിവാക്കിയിരുന്നു. കാരണം അത്രയ്ക്ക് നികൃഷ്ടം പിടിച്ച, അങ്ങനെ ഒരു നികൃഷ്ടം പിടിച്ച മരണം വരിച്ച ഒരാളെ, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു എന്ന് പറയുവാൻ ലജ്ജാവഹമായി കണക്കാക്കുന്ന ധാരാളം കാര്യങ്ങൾ അന്ന് സമൂഹത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ നാം മനസ്സിലാക്കണം, ക്രിസ്തു മതത്തിന്റെ ശൈശവ ദശയിലാണ് പൗലോസ് പറയുന്നത് എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല എന്ന്. ഇന്ന് നാം വലിയ വീറോടെ വായിക്കുന്നു സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. അന്ന് ലജ്ജാവഹമായി കണക്കാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിരുന്നപ്പോഴാണ്, അല്ലെങ്കിൽ എനിക്ക് പോക്കറ്റ് അടിക്കുന്നതിൽ ഒരു ലജ്ജയും ഇല്ല എന്ന് പറയുന്നതിൽ, മോഷ്ടിക്കുന്നതിൽ എനിക്ക് ലജ്ജയില്ല എന്ന് പറയുന്നത് പോലെ ലജ്ജാവഹമായി കണക്കാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സുവിശേഷത്തിൽ അന്ന് സമൂഹം കണക്കാക്കിയിരുന്നു. ആ സാഹചര്യത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ദൈവത്തിന്റെ സ്തോത്രം. അത് അങ്ങനെ തന്നെ ആകണം. നമുക്കറിയാം, ഇന്ന് ക്രിസ്ത്യാനിയാന്ന് പറയാൻ ലജ്ജിക്കേണ്ട കാര്യമില്ല. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ഇത് പറയുമ്പോൾ ലജ്ജിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ക്രൂശിതനായ ക്രിസ്തുവും യഹൂദന്മാർക്ക് ഇടർച്ചയായിരുന്നു, ജാതികൾക്ക് ഭോക്ഷത്വമായിരുന്നുവെങ്കിൽ അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. ഇന്ന് വാസ്തവത്തിൽ 1 കൊരിന്ത്യർ 1:4-13 ഞാൻ പെട്ടെന്ന് നിർത്തിക്കോളാം. ഞാനല്ല പ്രസംഗിക്കുന്ന ആൾ പോയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തി. ഞാൻ 5 മിനിറ്റ് പറഞ്ഞ് 5 മിനിറ്റ് ആകുമ്പോൾ കൈ കാണിക്കണം. ഞാൻ നിർത്തി. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 ലേഖനം 4:13. ഞങ്ങൾ ലോകത്തിന്റെ, ആ വാക്കൊന്ന് ഉറക്കെ വായിക്കണം, ചവറായും, അങ്ങനല്ലേ എഴുതിയിരിക്കുന്നേ? ഞങ്ങൾ ലോകത്തിന്റെ ചവറായും എല്ലാത്തിന്റെ അഴുക്കായും മാറിയിരിക്കുന്നു. ഒരു ക്രിസ്ത്യാനിയുടെ അവസ്ഥയാണ് പറയുന്നത്. ലോകത്തിന്റെ ചവറും എല്ലാ അഴുക്കുമായി മാറിയിരിക്കുന്നു. ആ സാമൂഹ്യ പശ്ചാത്തലത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. പൗലോസ് പറഞ്ഞിരിക്കുന്ന അലങ്കാര ഭാഷയിലല്ല, അക്ഷരാർത്ഥത്തിൽ തന്നെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വാസ്തവത്തില് ഇതേ ക്രൂശിനെ കുറിച്ചാണ്, ഇതേ ക്രൂശിതനായവന്റെ സുവിശേഷത്തെ കുറിച്ചാണ്, ഇതേ ക്രൂശിതനായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എനിക്ക് ലജ്ജയില്ല എന്ന്. അപ്പോസ്തലനായ പൗലോസ് അത് പറയുമ്പോൾ സാമൂഹ്യ പശ്ചാത്തലം നാം മനസ്സിലാക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ആഫ്രിക്കയിൽ യൗവനം മുതൽ മിഷണറി പ്രവർത്തനം ചെയ്തിരുന്ന ഒരു വ്യക്തി വയസ്സായി കഴിഞ്ഞപ്പോൾ ഇനിയും മിഷണറി പ്രവർത്തനം ചെയ്യാൻ സാധ്യമല്ല. അമേരിക്കയിൽ മിഷണറി പ്രവർത്തനം ചെയ്യാൻ പോയി, ആഫ്രിക്കയിൽ മിഷണറി പ്രവർത്തനം ചെയ്തു. അമേരിക്കക്കാരനായ ഒരു മിഷണറി ആഫ്രിക്കയിൽ മിഷണറി പ്രവർത്തനം ചെയ്യാൻ പോയി. ചെറുപ്പകാലം മുതൽ അല്ലെങ്കിൽ യൗവനം മുതൽ മിഷണറി പ്രവർത്തനം നടത്തി അവസാനം പ്രായമായി, വയസ്സായി, ഇനി മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. അപ്പോൾ തിരിച്ച് അമേരിക്കയിലേക്ക് വരാൻ തീരുമാനിച്ചു. അദ്ദേഹം കപ്പൽ കയറി തിരിച്ച് ഇനി പോകാൻ പറ്റത്തില്ല, ഇനി സുവിശേഷം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തിരിച്ച് തൻ്റെ നാടായ അമേരിക്കയിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ കപ്പലിൽ അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായി. അമേരിക്കൻ പ്രസിഡന്റ് വന്നിറങ്ങുമ്പോൾ നമുക്ക് ചിന്തിക്കാം, ഗാർഡ് ഓഫ് ഓണർ, സന്നാഹങ്ങൾ ഒക്കെ നമുക്ക് ചിന്തിക്കാം. വലിയ സന്നാഹങ്ങളും വലിയ ഗാർഡ് ഓഫ് ഓണറും അമേരിക്കൻ പ്രസിഡന്റ് സ്വീകരിക്കാനുണ്ടായിരുന്നു. ഈ മിഷണറിയും അതേ കപ്പലിൽ തന്നെയുണ്ട്. പക്ഷേ ഈ വലിയ സന്നാഹത്തോടെ അമേരിക്കൻ പ്രസിഡന്റിനെ സ്വീകരിച്ചു. എന്നാൽ ഈ മിഷണറിയെ കാണുവാൻ ഒരു വ്യക്തി പോലും അവിടെ എത്തിയില്ല. അദ്ദേഹത്തിന് വിഷമം തോന്നി. ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, പല വർക്കേഴ്സും പറയുന്നത് കേട്ടിട്ടുണ്ട്. റിട്ടയർ ആകുമ്പോൾ ഞാൻ 10, 40, 45, 46 വർഷം, 50 വർഷം ഞാൻ സഭയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇപ്പം ഞാനൊന്നുമില്ല. അതേ ഒരു മനോഭാവമായിരുന്നിരിക്കാം ഈ മിഷണറിക്ക് ഉണ്ടായിരുന്നത്. ഞാൻ ഇത്രയും നാളും ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചു, ഇപ്പോൾ ഞാൻ ഒന്നുമല്ല, എന്നെ കാണാൻ അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ വലിയ സന്നാഹം, എന്നെ കാണാൻ ഒരു വ്യക്തി പോലും വന്നിട്ടില്ല. അതൊക്കെ പ്രയാസം തോന്നിയിട്ട് അയാൾ വിഷമിച്ച് വന്ന് വീട്ടിൽ കിടന്നപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടു. മകനെ, നീ എന്തിനാ വിഷമിക്കുന്നത്? അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. നിന്റെ ലക്ഷ്യം ഞാൻ ഒരുക്കുന്ന സ്വർഗ
സ്വർഗീയ ഭവനമാണ്. അവിടെ നീ എത്തുമ്പോൾ ഞാൻ നിന്നെ എല്ലാ സന്നാഹങ്ങളോടും കൂടെ സ്വീകരിക്കും. Praise the Lord. നീ അവിടെ എത്തുമ്പോൾ ഞാൻ നിന്നെ എല്ലാ സന്നാഹങ്ങളോടും കൂടെ സ്വീകരിക്കും. നീ അതുകൊണ്ട് വിഷമിക്കരുത്. എനിക്ക് പ്രിയപ്പെട്ട വിശ്വാസികളോട് പറയാനുള്ളത് അതാണ്. ഒന്നുകൊണ്ടും വിഷമിക്കരുത്. സ്വർഗത്തിലെ ദൈവം നമുക്ക് സ്വർഗം അവിടെ എത്തുവാൻ ഇതേപോലത്തുള്ള യോഗങ്ങൾ മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവിടെ എത്തിച്ചേരുവാൻ ഈ ഇതുപോലത്തുള്ള യോഗങ്ങൾ ഒരു കാരണമായി തീരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ആയതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയുന്നത്, നാം ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടി കടന്നു വന്ന് അനുഗ്രഹം പ്രാപിച്ചവരായി ഈ യോഗത്തിൽ നിന്ന് കടന്നു പോകണമേ എന്ന് ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുകയാണ് എന്ന് ഞാൻ പ്രസ്താവിച്ചുകൊണ്ട് ഈ മുറ്റത്ത് കൺവെൻഷൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രഖ്യാപിച്ചു കൊള്ളുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സായം സന്ധ്യയിൽ നമുക്ക് ബഹുമാനമുള്ള ജോസൂട്ടി സാറിന്റെ ഭവനാങ്കണത്തിൽ തയ്യാർ ചെയ്തിരിക്കുന്ന ഈ പന്തലിൽ വെച്ച് നടത്തപ്പെടുന്ന മുറ്റത്ത് കൺവെൻഷന്റെ പ്രഥമ രാത്രിയിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ മധ്യേ നിൽക്കുവാൻ സർവകൃപാലുവായ കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന വിലപ്പെട്ട സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. നമ്മുടെ ബഹുമാനമുള്ള പാസ്റ്റർമാർ നമ്മുടെ മധ്യത്തിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സഭാവിശ്വാസികളായിട്ടുള്ള പ്രിയപ്പെട്ടവരുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ചുറ്റുപാടുന്നുള്ള പ്രിയപ്പെട്ടവരും ഇതിനകത്ത് കാണും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ചുറ്റുപാടുകളിൽ ഇരുന്നു കൊണ്ടൊക്കെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. അടുത്ത 1 മണിക്കൂർ സമയം ഞാൻ എല്ലാവരുടെയും ശ്രദ്ധ തിരുവചനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അലക്ഷ്യമായിട്ട് ആരും ദൈവസന്നിധിയിൽ ഇരിക്കരുത്. തിരുവചനം പറയുന്നു, സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനമാണ്, ഭൂമി കർത്താവിൻ്റെ പാദപീഠമാണ്. നാം കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കുമ്പോൾ വളരെ ഭയഭക്തിയോടെ, പ്രാർത്ഥനയോടെ, അച്ചടക്കത്തോടെ, ദൈവഭയത്തോടെ, സന്നിധി ബോധത്തോടെ നമുക്കിരിക്കാം. ഞാൻ സാധാരണ ആവർത്തിക്കാറുള്ളൊരു വാചകമുണ്ട്, എവിടെ പ്രസംഗിക്കാൻ പോയാലും പറയാനുള്ളൊരു വാചകമുണ്ട്. ദൈവം എല്ലാ ബഹുമാനത്തിനും യോഗ്യനായിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവും എല്ലാ ബഹുമാനത്തിനും യോഗ്യമാണ്. അപ്പൊ ദൈവം ബഹുമാനത്തിന് യോഗ്യനാണെങ്കിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം എല്ലാ ബഹുമാനത്തിനും യോഗ്യമാണ്. അതുകൊണ്ട് നമ്മൾ ആ വചനത്തിൻ്റെ മുന്നിലാണ് ഇരിക്കുന്നത്. എല്ലാവരും വളരെ അച്ചടക്കത്തോടെ, കുഞ്ഞുങ്ങളെയൊക്കെ ശാന്തമായിട്ട് ഇരുത്തുക. നമുക്ക് യോഗത്തിന് അലങ്കോലം ഉണ്ടാകാൻ പാടില്ല. ഈ ഫ്രണ്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇടയ്ക്ക് ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിക്കും. ഇന്ന് ഈ ഭവനാങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുന്ന ഈ യോഗം ഏറ്റവും അനുഗ്രഹമായിട്ട് തീരട്ടെ. പ്രിയമുള്ള ജോസുകുട്ടി സാറിൻ്റെ ഭവനം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് തീരട്ടെ. തിരുവചനത്തിൽ ഒരു വാക്യമുണ്ട്, യഹോവയുടെ പെട്ടകം ഇരുന്ന ഓബേദ് ഏദോമിൻ്റെ ഭവനത്തെ ദൈവം അനുഗ്രഹിച്ചു. ആ പെട്ടകം ഇരുന്ന കാലത്ത് എന്ത് സംഭവിച്ചു? ഓബേദ് ഏദോമിനെയും അവൻ്റെ കുടുംബത്തെയും ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ചു. അതുകൊണ്ട് ഈ ഭവനം അനുഗ്രഹിക്കപ്പെടുവാനിടയാകട്ടെ. വചനം കേൾക്കുന്ന ചുറ്റുപാടുകൾ അനുഗ്രഹിക്കപ്പെടുവാനിടയാകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു വാചകം ഞാനും പറയാൻ ആഗ്രഹിക്കുകയാണ്. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ചങ്ങല ധരിച്ച സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാനിതിൽ സംസാരിക്കേണ്ടും വണ്ണം പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാവരും ഉറങ്ങിപ്പോയോ? സന്ധ്യയായതേ ഉള്ളൂ, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, നമുക്ക് ആ പ്രാർത്ഥനയോടെ ആയിരിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും ഒന്ന് കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഒന്നുകൂടെ ശബ്ദത്തിൽ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു തിരുവചനം വായിക്കാം ചിന്തയ്ക്കാധാരമായിട്ട്. ഇരമ്യ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. ഇരമ്യ പ്രവചനം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം. നീ ചെന്ന് വടക്കോട്ട് നോക്കി ഈ വചനങ്ങളെ വിളിച്ചു പറക,
വിശ്വാസത്യാഗിനിയായ ഇസ്രായേലേ, മടങ്ങി വരിക എന്ന് യഹോവയുടെ അരുളപ്പാട്. നീ ചെന്ന് വടക്കോട്ട് നോക്കി എന്ന് പറഞ്ഞ ജോസൂട്ടി സാറിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് വടക്കോട്ട് നോക്കി ഈ വചനങ്ങളെ വിളിച്ചു പറയുക, വിശ്വാസത്യാഗിനിയായ ഇസ്രായേലേ മടങ്ങി വരിക. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം മടങ്ങി വരവ് എന്നുള്ളതാണ്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് തിരുവചനത്തിലേക്ക് വരാം. എല്ലാ കണ്ണുകളും അടയട്ടെ. നമ്മുടെ ചിന്തകൾ ദൈവവചനത്തിലേക്ക് വരട്ടെ. നമ്മുടെ മനസ്സിനെ അലട്ടുന്ന എല്ലാ ചിന്തകളും വിട്ടിട്ട് ദൈവസന്നിധിയിൽ ഏകാഗ്ര ഹൃദയത്തോടെ മറിയ യേശുവിൻ്റെ പാദപീഠത്തിലിരുന്ന് അവിടുത്തെ ലാവണ്യ വാക്കുകളെ കേട്ട് നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ രാത്രികാലം നമ്മുടെ കർത്താവിൻ്റെ പൊന്നുപാദപീഠത്തിലിരുന്ന് നമുക്ക് നല്ല അംശം തിരഞ്ഞെടുക്കാം. എല്ലാ ഹൃദയങ്ങളും ദൈവസന്നിധിയിൽ ഏകാഗ്രമാകട്ടെ. അവൻ ദൈവസന്നിധിയിൽ അലക്ഷ്യമായിട്ടിരിക്കാതെ ദൈവസന്നിധിയിൽ ഭയഭക്തിയോടെ, ദൈവസന്നിധിയിൽ താഴ്മയോടെ, വിനയത്തോടെ, അച്ചടക്കത്തോടെ, ആമേൻ, ദൈവ ഭയത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവേ, നല്ല രാത്രികാലത്തിനായിട്ട് സ്തോത്രം. അടിയങ്ങളുടെ മുറ്റത്ത് കൺവെൻഷന്റെ പ്രഥമ രാത്രികാലം, ആമേൻ, അവിടുത്തെ പാദപീഠത്തിൽ ഇരിക്കുവാൻ എളിയവരാകുന്ന അടിയങ്ങൾക്ക് എൻ്റെ കർത്താവ് തന്നിരിക്കുന്ന വിലപ്പെട്ട സാവകാശത്തിനായി നന്ദിയോടെ അവിടുത്തെ വാഴ്ത്തുന്ന കർത്താവേ, തിരുസാന്നിധ്യം കൊണ്ട് അടികളെ നിറയ്ക്കണമേ. ഈ ഭവനത്തെയും ഇതിന്റെ പരിസരത്തെയും, ആമേൻ, കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കണമേ കർത്താവേ. സുവിശേഷത്തിന് വിരോധമായി യാതൊരു പൈശാചിക ശക്തികളും എഴുന്നേൽക്കുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരി ക്രൂശിലെ രക്തത്താൽ, ആമേൻ, അടിയങ്ങളെ മുദ്രയിടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ, കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. മാറ്റമില്ലാത്ത തിരുവചനത്താൽ പ്രിയമക്കളെ നിറയ്ക്കണമേ. ഇന്ന് വിതയ്ക്കപ്പെടുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത, ആമേൻ, തിരുവചനമാകുന്ന വിത്ത് അടിയങ്ങളുടെ ഹൃദയത്തിന്റെ നല്ല നിലത്ത് വീഴുവാൻ, അത് 30, 60, 100 ഫലം പുറപ്പെടുവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കുന്ന അടിയനെയും ഏറ്റവും താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവേ. അവിടുത്തെ പാദപീഠത്തിലേക്ക് അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. അടിയന്റെ വായിലെ വാക്കുകൾ, അടിയങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ചിന്തകൾ എൻ്റെ കർത്താവിന് ഏറ്റവും വിശുദ്ധമായിരിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. സകലമാനവും മഹത്വവും പുകഴ്ചയും കർത്താവ് എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഏറ്റവും താഴ്മയായിട്ട് യാചിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഒരിക്കൽ കൂടെ നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി നമുക്കൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. നാം വായിച്ചു കേട്ട തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കട്ടെ. ഇവിടെ തിരുവചനം പറയുന്നു, നീ ചെന്ന് വടക്കോട്ട് നോക്കി ഈ വചനങ്ങളെ വിളിച്ചു പറയുക, വിശ്വാസത്യാഗിനിയായ ഇസ്രായേലേ മടങ്ങി വരിക എന്ന യഹോവയുടെ അരുളപ്പാട്. ഇത് രാത്രികാലം നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഞാൻ ഇങ്ങോട്ട് ഈ തിരുവചനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും എന്നെ നോക്കിയാട്ടെ. ഞാൻ ഈ സ്കൂളിലൊക്കെ പഠിപ്പിച്ചതായതുകൊണ്ട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചാൽ അധ്യാപകൻ അത് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, അലക്ഷ്യമായിട്ടിരിക്കരുത്. ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയെ ദൈവത്തിന്റെ വചനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും കൈവശം എന്തുണ്ട്? മൊബൈൽ ഫോണുണ്ട്, അല്ലേ? ഇല്ലേ? എത്ര പേരുടെ കയ്യിൽ വേദപുസ്തകമുണ്ട്? ആ ബൈബിൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ശബ്ദം കുറവാണ്. ഈ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കട്ടെ. എന്താണ് ഈ വചനത്തിന്റെ പ്രത്യേകത? ഇത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനമാണ്. വേദപുസ്തകം പറയുന്നത് ദൈവത്തിന്റെ വചനം, ജീവനും ചൈതന്യമുള്ള ദൈവത്തിന്റെ വചനം, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ദൈവത്തിന്റെ വചനം, പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ദൈവത്തിന്റെ വചനം, പാപികളെ മാനസാന്തരപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനം, പിന്മാറ്റക്കാരനെ മടക്കി വരുത്തുന്ന ദൈവത്തിന്റെ വചനം, രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ വചനം, മനം തകർന്നവരെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം, ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട മനുഷ്യന് പ്രത്യാശ നൽകുന്ന ദൈവത്തിന്റെ വചനം, നൂറ്റാണ്ടുകളായി മാനവ ഹൃദയങ്ങളിൽ പരിവർത്തനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം, തേനിനേക്കാളും തേൻകട്ടിയേക്കാളും മാധുര്യമേറിയ ദൈവത്തിന്റെ വചനം, ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ദൈവത്തിന്റെ വചനം, മനുഷ്യ ജീവിതങ്ങളെ സമൂല പരിവർത്തനത്തിന് വിധേയമാക്കുന്ന ദൈവത്തിന്റെ വചനം, അബ്രാമിനെ അബ്രഹാമാക്കിയ ദൈവത്തിന്റെ വചനം, യാക്കോബിനെ ഇസ്രായേലാക്കിയ ദൈവത്തിന്റെ വചനം, ഭീരുവായിരുന്ന പത്രോസിനെ ധീരനാക്കിയ ദൈവത്തിന്റെ വചനം, ക്രിസ്ത്യാനിത്വത്തിനെതിരെ പടവാളെടുത്ത
ശൗലിനെ പൗലോസാക്കിയ ദൈവത്തിന്റെ വചനം എന്നെയും നിങ്ങളെയും നിത്യതയുടെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്ന തമ്പുരാന്റെ തിരുവചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഈ വചനത്തെ കരങ്ങളിൽ എടുക്കുവാൻ, ഈ വചനത്തെ ചുമക്കുവാൻ, ഈ വചനത്തെ പ്രസംഗിക്കുവാൻ, ഇതിന്റെ സാക്ഷിയായിട്ട് നിൽക്കുവാൻ കർത്താവ് എന്നെയും തിരഞ്ഞെടുത്തതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ ലോകത്തിൽ ഒരു മനുഷ്യന് വഹിക്കാൻ കഴിയുന്ന ഏറ്റവും ഉന്നതമായ പദവി അവൻ ദൈവവചനത്തിന്റെ ശുശ്രൂഷകനായിരിക്കുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു വ്യക്തി ബില്ലി ഗ്രഹാമിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, അങ്ങയുടെ ഇപ്പോഴത്തെ പ്രശസ്തി വെച്ച് നോക്കിയാൽ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അങ്ങ് മത്സരിച്ചാൽ എല്ലാവരെക്കാൾ കൂടുതൽ വോട്ട് നേടി അങ്ങക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് ആകാം. ബില്ലി ഗ്രഹാമിന്റെ മറുപടി, ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ താണ വേല ചെയ്യുവാൻ എന്നെ കിട്ടത്തില്ല. എന്താ മനസ്സിലായി? അമേരിക്കൻ പ്രസിഡന്റിന്റെ പദവിയാണ് ലോകത്തിലെ ഏറ്റവും ഉന്നതമായ പദവിയെന്ന് മനുഷ്യൻ ചിന്തിക്കുമ്പോൾ ആമേൻ, ദൈവവചനത്തിന്റെ സുവിശേഷകൻ പറയുകയാണ്, ഈ ചെയ്യുന്നതിനേക്കാൾ താണ പണി ചെയ്യുവാൻ എന്നെ കിട്ടത്തില്ലെന്ന്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് എത്ര ഭാഗ്യമുള്ളവരാണ്. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം കരങ്ങളിൽ എടുക്കുവാൻ, അത് ഘോഷിക്കുവാൻ കർത്താവ് തന്നിരിക്കുന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ സത്യ വേദപുസ്തകം എവിടെയെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ടോ അവിടെ പാപികൾ മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. ഈ വചനം എവിടെയെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ടോ അവിടെ രോഗികൾ സൗഖ്യമായിട്ടുണ്ട്. ഈ വചനം എവിടെയെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ടോ അവിടെയൊക്കെ അടിമകൾ ഉടമകളായിട്ടുണ്ട്. ഈ പുസ്തകം എവിടെയെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ടോ അവിടെയൊക്കെ പാരമ്പര്യത്തിന്റെ മതിൽക്കെട്ടുകളെ തകർത്തെറിഞ്ഞിട്ട് മനുഷ്യൻ സത്യത്തിന്റെ പാതയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അതെ, മനുഷ്യനെ മനുഷ്യനാക്കുന്ന, മനുഷ്യനെ രക്ഷയിലേക്ക് നയിക്കുന്ന, രക്ഷകനെ കാട്ടിത്തരുന്ന ഏക പുസ്തകം അത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനമാണ്. ഹല്ലേലൂയ. ശബ്ദം പോരാ. ഹല്ലേലൂയ. ഉത്തരൊക്കെ കേട്ടിട്ട് ഒരു ഹല്ലേലൂയയ്ക്ക് ഒരു ശബ്ദം പോരാ അല്ലേ? ഏതെങ്കിലും ബന്ധുപോസ സഭയിലായിരുന്നെങ്കിൽ ഇപ്പൊ അവിടെ ഇളവിയനെ ആളുകള്. എന്താ കാരണം? അവന്റെ ഉള്ളിലൊരു തീയുണ്ട്. നമ്മുടെ ഉള്ളില് തീ കത്തേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിന്റെ സത്യസാക്ഷികളാകുന്ന നാം ഇങ്ങനെ ഉറങ്ങിയിരുന്നാൽ പോരാ. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ഇവിടെ പ്രവാചകൻ വിളിച്ചു പറയുന്നു, യിരെമ്യാവ് 3:12, നീ ചെന്ന് വടക്കോട്ട് നോക്കി ഈ വചനങ്ങളെ വിളിച്ചു പറയുക, വിശ്വാസത്യാഗിനിയായ ഇസ്രായേലേ മടങ്ങി വരിക. എന്തുകൊണ്ടാണ് പ്രവാചകനോട് അങ്ങനെ പറഞ്ഞ് നീ ചെന്ന് വടക്കോട്ട് നോക്കുവാൻ? അതിന്റെ കാരണം, ശലോമോൻ രാജാവിന് ശേഷം ഇസ്രായേൽ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. യഹൂദ ബെന്യാമീൻ 2 ഗോത്രങ്ങൾ തെക്ക് യെരൂശലേം ആസ്ഥാനമാക്കിയും ബാക്കി 10 ഗോത്രങ്ങൾ വടക്ക് ശമരിയ ആസ്ഥാനമാക്കിയും ഭരണം നടത്തി. തെക്ക് നിന്നുള്ള പ്രവാചകനായ യിരെമ്യാവിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ ചെന്ന് വടക്കോട്ട് നോക്കി ഈ വചനങ്ങളെ വിളിച്ചു പറയുക, വിശ്വാസത്യാഗിനിയായ ഇസ്രായേലേ മടങ്ങി വരിക. ഇന്ന് രാത്രികാലം നമുക്ക് എന്തു വേണം? ആരും ശ്രദ്ധിക്കുന്നില്ലയോ? നമുക്ക് എന്ത് വേണം? ഞാൻ കുറച്ചുകൂടെ അടുത്ത് വരണോ? നമുക്ക് എന്ത് വേണം? നമുക്കൊരു മടങ്ങി വരവ് വേണം. എന്ത് വേണം? മടങ്ങി വരവ്. നമുക്കൊന്നും പ്രതികരണ ശേഷി കുറവാന്ന് എനിക്ക് തോന്നുന്നത്, അല്ലേ? നമുക്ക് മടങ്ങി വരവ് വേണം. ദൈവത്തിന് സ്തോത്രം. നാം വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ വേദപുസ്തകത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് പന്തളം സ്ഥലത്തൂടെ യാത്ര ചെയ്യുമ്പോൾ പന്തളം ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയപ്പോൾ അവിടെ 2 മരങ്ങളിൽ ധാരാളം കൊക്കുകൾ കൂടുകൂട്ടിയിരിക്കും. ഞാൻ നോക്കുക, നമ്മുടെ നാട്ടിലും കാണുന്ന കൊക്കുകളല്ല. നിങ്ങൾ അടുത്ത കാലത്ത് ഇപ്പൊ പോയാൽ കാണാം. കറുത്തതും വെളുത്തതുമായ പ്രത്യേകതരം കൊക്കുകൾ പെരുവെയിലത്തും ഈ കൂടിനകത്ത് ഇങ്ങനെ ഇരിക്കുക. ഞാൻ എൻ്റെ ഭാര്യയോട് നോക്കാം, അങ്ങോട്ട് നോക്കിക്കേ, ധാരാളം കൊക്കുകൾ. ഈ നാട്ടിലുള്ള കൊക്കുകളൊന്നും അല്ല. ചില നാളുകൾക്ക് മുമ്പ് നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ മണ്ണടി പ്രദേശത്ത് നമ്മുടെ ചില കുടുംബങ്ങൾ അവിടെയുണ്ട്. ആ ഭവനങ്ങൾ സന്ദർശിക്കാൻ പോയപ്പോൾ, ഈ വയലേലകളിലൂടെ പോയപ്പോൾ അവിടെ വിവിധ നിറത്തിലും വിവിധ തരത്തിലുമുള്ള വിവിധ ഇനം പക്ഷികൾ, കൊക്കുകൾ ഒക്കെ കാണുവാനായിട്ട് സാധിച്ചു. ഇതൊക്കെ എവിടുന്ന് വന്നതാ? ഇതങ്ങ് റഷ്യയിൽ നിന്നോ അങ്ങ് സൈബീരിയയിൽ നിന്നോ അങ്ങ് തണുപ്പുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇവർ വേനൽക്കാലം ചെലവഴിക്കാൻ വന്ന പക്ഷികളാണ്.
പക്ഷെ ചില നാളുകൾ കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യും? ഇത് മടങ്ങി അവരുടെ ഭവനത്തിലേക്ക് പോകും, അവരുടെ സ്വന്തം സ്ഥലത്തേക്ക് പോകും. വേദപുസ്തകം ഇങ്ങനെ പറയുന്നുണ്ട്. ഇരമ്യാ പ്രവചനം 8-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. ഇരമ്യാവ് 8:7. ആകാശത്തിലെ പെരുഞ്ഞാറ് തന്റെ കാലം അറിയുന്നു, കുറുപ്രാവും ഈവൽ പക്ഷിയും കൊക്കും മടങ്ങി വരുവാനുള്ള സമയം അനുസരിക്കുന്നു. എന്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല. ആകാശത്തിലെ പെരിഞ്ഞാറ് തന്റെ കാലം അറിയുന്നു, കുറുപ്രാവും കൊക്കും മീവൽ പക്ഷിയും മടങ്ങി വരുവാനുള്ള സമയം അനുസരിക്കുന്നു. എന്റെ ജനമോ യഹോവയുടെ ന്യായം, അയ്യോ നമ്മുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്, എന്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല. അപ്പൊ നോക്കിയ പക്ഷികൾ ദൈവത്തിന്റെ ആജ്ഞ കേൾക്കുന്നു. ഒരു ദിവസം സായന്തനം സന്ധ്യാസമയം കാടപ്പക്ഷികൾ ചേക്കേറുവാൻ തങ്ങളുടെ കൂടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, നില്ല ചേക്കേറാൻ വരട്ടെ, നിങ്ങൾ ഇസ്രായേൽ പാളയത്തിലേക്ക് ചെല്ല്, അവിടെ എന്റെ ജനത്തിന് ഇറച്ചി വേണം. അപ്പൊ കാടപ്പക്ഷികൾ പറഞ്ഞു, കർത്താവേ അങ്ങോട്ട് ചെന്നാൽ കുഴപ്പമാ. കാരണം ഇസ്രായേൽക്കാരത്തികളായിട്ടുള്ള സ്ത്രീകളുണ്ടല്ലോ, അവർക്ക് നന്നായിട്ട് ഞങ്ങളുടെ വക്കും പൂടയും ഒക്കെ പറിച്ച് നല്ല ഒന്നാന്തരം മുളക് പൊടിയും കുരുമുളകൊക്കെ ചേർത്ത് ഞങ്ങളെ അവർ നല്ല ഭംഗിയായിട്ട് പൊരിച്ചെടുക്കും, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല എന്ന് കാടപ്പക്ഷികൾ പറഞ്ഞില്ല. കാടപ്പക്ഷികൾ എന്ത് ചെയ്തു? അവർ ചേക്കേറിയില്ല, അവർ ഇസ്രായേൽ പാളയത്തിലേക്ക് പോയി. എന്താ കാരണം? പ്രകൃതിയിലെ ജീവജാലങ്ങൾ യേശു ക്രിസ്തുവിന്റെ ആജ്ഞയ്ക്ക് മുന്നിൽ വിനയാന്യതരായിട്ട് നിൽക്കുന്നു. എന്നാൽ മനുഷ്യനോ, എന്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ഒന്നിന്റെ മൂന്ന്. കാളതന്റെ ഉടയവനെയും കഴുതന്റെ യജമാനന്റെ പുൽത്തൊട്ടിയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. ശ്രദ്ധിക്കണമേ, നോക്കിയേ, കാളതന്റെ ഉടയവനെയും കഴുതന്റെ യജമാനന്റെ പുൽത്തൊട്ടിയും അറിയുന്നു, എന്റെ ജനമോ അല്ലെങ്കിൽ ഇസ്രായേലോ അറിയുന്നില്ല, ഗ്രഹിക്കുന്നതുമില്ല. അതുകൊണ്ട് വചനം പറയുന്നു, എന്റെ ജനമേ നിനക്കൊരു മടങ്ങി വരവ് ആവശ്യമാണ്. രാത്രികാലം നമുക്കൊരു മടങ്ങി വരവ് ആവശ്യമാണ്. ഒന്ന്, നമ്മൾ 4 കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. 4 കാര്യങ്ങളിൽ മടങ്ങി വരവ് ആവശ്യമാണ്. ഒന്ന്, വായിക്കാം. ഹോശിയ പ്രവചനം 12-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഹോശിയ 12:6. അതുകൊണ്ട് നീ നിന്റെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരിക. അപ്പൊ ഒന്നാമതായിട്ട് നാം എങ്ങോട്ട് മടങ്ങി വരണം? ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി. ഈ ഇരിക്കുന്നവർക്ക് ആർക്കും ഒരു പ്രതികരണവും ഇല്ലല്ലോ. എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നേ. ചോദിക്കുന്നതിനൊക്കെ ഒന്ന് മറുപടി പറയുമ്പോൾ ഒരു സന്തോഷമാകും കേട്ടോ. ഒന്നാമതായിട്ട് നമ്മൾ എങ്ങോട്ട് മടങ്ങണം? നീ നിന്റെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങണം. അപ്പൊ ദൈവത്തെ വിട്ട് ദൂരത്തായിരിക്കുന്ന തന്റെ ജനത്തെ നോക്കി ദൈവം പറയുന്നു, നീ നിന്റെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരണം. എന്തിനാണ് ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരേണ്ടത്? യെശയ്യാ പ്രവചനം 45-ാം അധ്യായം 22-ാമത്തെ വാക്യം. എന്തിനാണ് നാം ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരേണ്ടത്? സകല വാസികളുമായുള്ളവരെ എങ്കലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ, ഞാനല്ലാതെ ഒരു ദൈവവും ഇല്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ എന്തുകൊണ്ടാണ് നാം ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരേണ്ടത്? വളരെ ശ്രദ്ധയോടെ ഇരുന്നാലേ പറയാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങേണ്ടത്? സകല വാസികളുമായുള്ളവരെ എങ്കലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ. എന്തിനാ മടങ്ങി വരേണ്ടത്? രക്ഷപ്പെടുവാൻ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ എല്ലാ മനുഷ്യനും രക്ഷ ആവശ്യമാണ്. എല്ലാ മതങ്ങളും എന്തിനാ മനുഷ്യനെ മതങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്? അവനെ രക്ഷയിലേക്ക് നയിക്കുവാൻ, അല്ലെ? ലോകത്തിൽ ധാരാളം മതങ്ങളുണ്ട്. ഹിന്ദു മതമുണ്ട്, സിഖ് മതമുണ്ട്, പാഴ്സി മതമുണ്ട്, ജൈന മതമുണ്ട്, ബുദ്ധമതമുണ്ട്. മതങ്ങൾക്ക് യാതൊരു വന്യവുമില്ലാത്ത ഇന്നത്തെ ലോകത്തിൽ പറയട്ടെ, ഈ മതങ്ങളുടെയൊക്കെ ലക്ഷ്യം എന്താണ്? മനുഷ്യനെ രക്ഷയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ വചനം പറയുന്നു, നീ നിന്റെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരണം. അപ്പൊ മനുഷ്യവർഗത്തിന് ഒരു രക്ഷ ആവശ്യമാണ്. എന്തൊരു രക്ഷ ആവശ്യമായിരിക്കുന്നത്? പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. റോമാലേഖനം അതിന്റെ 7-ാം അധ്യായം 24-ാമത്തെ വാക്യം. റോമർ 7:24. പൗലോസ് ചോദിക്കുന്ന സുപ്രധാനമായ ഒരു ചോദ്യം. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? അപ്പൊ മനുഷ്യന് രക്ഷ ആവശ്യം. എവിടെ നിന്ന്? പാപത്തിൽ നിന്നും, അതിന്റെ അനന്തരഫലമായ മരണത്തിൽ നിന്നും. ഇന്ന് ഞങ്ങളൊക്കെ ഇങ്ങനെ ആയുസ്സോട് ആരോഗ്യത്തോട് ഇവിടെ ഇരിക്കുന്നു. ചില നാളുകൾ കഴിയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മൾ പലരും ഇവിടെ കാണത്തില്ല. ഇവിടെ പോവും.
സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. പേടിയായോ? പേടിയുണ്ടോ ആർക്കെങ്കിലും? നോക്കിയേ, ജീവിച്ചിരിക്കുമ്പോഴാ പാടേണ്ടുന്നത് അല്ലേ? നാട്ടുകാരെല്ലാം ഇവിടെ എടുത്തോണ്ട് പോകും. നാം ഈ ഭൂമിയുടെ പരപ്പിൽ നിന്ന് മാറ്റപ്പെടും. അപ്പൊ മനുഷ്യന് പാപത്തിൽ നിന്നും അതിന്റെ അനന്തര ഫലമായ മരണത്തിൽ നിന്നും രക്ഷ ആവശ്യമാണ്. അപ്പൊ എല്ലാ മനുഷ്യരും ആരാണ്? പാപികളാണ്. സംശയമുണ്ടോ? ഉണ്ടോ? എല്ലാ മനുഷ്യരും ആരാണ്? ചില ആളുകൾ പറയൂ ഞങ്ങൾ പാപികളൊന്നുമല്ല. അങ്ങനെ പറയുന്നെങ്കിൽ പ്രശ്നമാ അല്ലേ? യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എനിക്ക് പാപമില്ല എന്ന് ഒരുത്തൻ പറയുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ വഞ്ചിക്കുന്നു, അവൻ ദൈവത്തെ അസത്യവാദിയാക്കുന്നു. അല്ലേ? അപ്പൊ നമ്മളെല്ലാവരും പാപികളാണ്. എല്ലാ മതങ്ങളും സമ്മതിക്കുന്നു മനുഷ്യൻ പാപിയാണ്. എല്ലാ മതങ്ങളും സമ്മതിക്കുന്നു മനുഷ്യൻ പാപിയാണ്. നമുക്കറിയാം, നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിൽ ശ്രേഷ്ഠന്മാരായ മുനിവര്യന്മാർ ആധ്യാത്മിക ചിന്തയിൽ മുഴുകി ധ്യാനനിരതരായി, പ്രാർത്ഥനയിൽ മുഴുകി ധ്യാനനിരതരായി കഴിഞ്ഞിരുന്ന മുനിവര്യന്മാർ പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥനാ മന്ത്രമുണ്ട്. എന്തൊരു പ്രാർത്ഥനാ മന്ത്രം? പ്രഭാതത്തിൽ പ്രഭാത മന്ത്രം ചൊല്ലിക്കുളിച്ച് യാഗം കഴിച്ചിരുന്ന ശ്രേഷ്ഠന്മാരായ മുനിവര്യന്മാർ ഇങ്ങനെ പ്രാർത്ഥിച്ചു: പാവോഹം പാപകർമ്മോഹം പാപാത്മാ പാപസംഭവ ത്രാഹിമാ പുണ്ട ഭൂരി കാക്ഷ സർവയജ്ഞേശ്വരോ ഹരി നത്മസമം പാതകീ നാസ്തി ത്വത്സമോ നാസ്തി ഭാവ ഇതി കൃത്യം മതിം ദേവ യഥാ യോഗ്യം തഥാ ഗുരു. പ്രഭാതത്തിൽ പ്രഭാതമന്ത്രം ചൊല്ലി കുളിച്ച യാഗം കഴിച്ചിരുന്ന ശ്രേഷ്ഠന്മാരായ മുനിവര്യന്മാർ പ്രാർത്ഥിച്ചു. എന്താ? ഞാൻ പാപത്തിൽ ജനിച്ചു, ഞാൻ പാപത്തിൽ തന്നെ ജീവിക്കുന്നു, ഞാൻ തന്നെ പാപമാകുന്നു. അതുകൊണ്ട് യജ്ഞേശ്വരനായ ദൈവമേ, യാഗങ്ങളുടെ ദൈവമേ, എന്നെ പാപത്തിൽ നിന്നും ത്രാണനം ചെയ്താലും രക്ഷ ചെയ്താലും. എന്ന് മനസ്സിലായി? ശ്രേഷ്ഠന്മാരായ മുനിവര്യന്മാർക്കും തങ്ങളുടെ പാപത്തെക്കുറിച്ച് ബോധമുണ്ടായിരുന്നു. വിശുദ്ധ വേദപുസ്തകം എന്ത് പറയുന്നു? യെശയ്യാ പ്രവാചകൻ 1-ാം അധ്യായം നമ്മൾ 4 മുതൽ വായിക്കുമ്പോൾ, അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ അടിച്ചിട്ടെന്ത്? അധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു. ആടി തൊട്ട് മുടി വരെ യാതൊരു സൗഖ്യവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. ജനത്തിന്റെ പാപത്തെ കുറിച്ചാണ് പറയുന്നത്. പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുകയാണ്. നോക്കിയ തല മുഴുവനും ദീനവും, അവന്റെ ചിന്താമണ്ഡലം മുഴുവൻ പാപം, ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു. ആടി തൊട്ട് മുടി വരെ യാതൊരു സൗഖ്യമില്ല എന്ന് പറഞ്ഞ പാപത്തിൽ ജീവിക്കുന്ന ഒരു തലമുറ. ഹോസിയ പ്രവചനം 4-ാം അധ്യായം 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു. വായിച്ചാട്ടോ. ഹോസിയ പ്രവചനം 4-ാം അധ്യായം 1 മുതൽ 3 വരെ. ഇസ്രായേൽ മക്കളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയ്ക്ക് ദേശനിവാസികളോട് ഒരു വ്യവഹാരമുണ്ട്. ദേശത്ത് സത്യവുമില്ല, ദൈവമില്ല, ദൈവപരിജ്ഞാനവുമില്ല. അവർ ആണയിടുന്നു, ഭോഷ്ക് പറയുന്നു, വീട് മുറിക്കുന്നു, വ്യഭിചരിക്കുന്നു, രക്തപാതകത്തോട് രക്തപാതകം കൂട്ടുന്നു. അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു. അതിലെ സകല നിവാസികളും, വയലിലെ മൃഗങ്ങളും, ആകാശത്തിലെ പക്ഷികളും ക്ഷീണിച്ചു പോകുന്നു, സമുദ്രത്തിലെ മത്സ്യങ്ങളും നോക്കിയ പാപത്തിൽ മുഴുകുന്ന ഒരു തലമുറ. വീണ്ടും അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 3-ാം അധ്യായം 1 മുതൽ 5 വരെ വായിക്കുമ്പോൾ, തിമോഥെയോസിന്റെ 2-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായം 1 മുതൽ 5 വരെ, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. മനുഷ്യർ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്ത നന്ദി കെട്ടവരും അശുദ്ധരും അജിതേന്ദ്രിയന്മാരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളുകളുമായി ദൈവഭയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് അതിന്റെ ശക്തി ത്യജിച്ചു കളയുന്നവരുമായിരിക്കും. അന്ത്യകാലത്തിന്റെ ലക്ഷണം നോക്കിയേ. പാപത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരു തലമുറ. മനുഷ്യൻ പാപിയാണ്.
എല്ലാ മതങ്ങളും പറയുന്നു മനുഷ്യൻ പാപിയാണെന്ന്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം ആടിവരയിട്ട് പറയുന്നു മനുഷ്യൻ പാപിയാണ്. ഈ പാപത്തിൽ നമ്മെ ആർ വിടുവിക്കും? മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. അവളൊരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ നമുക്ക് പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നോക്കിക്കേ, നാം വിശുദ്ധ വേദപുസ്തകം പറയുന്നു ഈ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. അവ യേശുവിന്റെ ജനനത്തിങ്കൽ ഇവിടെ മറിയോട് പറയുകയാണ്, യോസഫരോട് പറയുകയാണ്, അവളൊരു മകനെ പ്രസവിക്കും. അവിടുന്ന് തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവിടുത്തെ യേശു എന്ന് പേർ വിളിക്കണം. അപ്പൊ പാപത്തിൽ നിന്നും വിട്ടുവിക്കുവാൻ ഒരുവന് മാത്രമേ കഴിയത്തുള്ളൂ. അത് നമ്മുടെ നസ്രയനായ യേശുവിന് മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാൽവറിയുടെ കുലക്കളത്തിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരമായി ആമേൻ പരമയാഗമായി തീർന്ന, ആമേൻ കാൽവറിയുടെ കുലക്കളത്തിൽ പരമയാഗമായി തീർന്ന, ആമേൻ കല്ലറയിൽ അമൃത്യക്കാരൻ യോസഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട, ആമേൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ, റോമാ ഗവൺമെന്റിന്റെ ശക്തമായ കാവലിനെ ഭേദിച്ചുകൊണ്ട്, റോമാ ഗവൺമെന്റിന്റെ മുദ്രയെ പൊട്ടിച്ചുകൊണ്ട്, ആമേൻ അധികാര വരേണ്യ വർഗം ഉരുട്ടിവെച്ച കൂറ്റൻ പാറയെ തട്ടിമാറ്റിക്കൊണ്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ഇന്ന് ജീവിക്കുന്ന അരിമരക്ഷകനായ യേശു ക്രിസ്തു, ആമേൻ, ഈ യേശു ക്രിസ്തുവിന് മാത്രമേ നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തി 4:12 വായിക്കുന്നത്, മറ്റൊരുത്തനിലും നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന്റെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. അവ രക്ഷിക്കപ്പെടുവാനുള്ള ഏക നാമം യേശുവിന്റെ നാമമാണ്. അതുകൊണ്ട് വചനം പറയുന്നു, നീ നിന്റെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങണം. ലോകത്തിൽ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങളോ അവൻ ചെയ്തു കൂട്ടുന്ന ഒന്നിനും, അവന്റെ യാതൊരു പുണ്യപ്രവൃത്തികൾക്കും മനുഷ്യനെ രക്ഷിപ്പാൻ സാധ്യമല്ല. രക്ഷിപ്പാൻ ഏക മാർഗം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് വചനം പറയുന്നു, നീ ചെന്ന് വടക്കോട്ട് നോക്കി വചനങ്ങളെ വിളിച്ചു വരിക, വിശ്വാസ ത്യാഗിനിയായ ഇസ്രായേലെ മടങ്ങി വരിക. ചോദ്യം, എങ്ങോട്ട് മടങ്ങി വരണം? ദൈവത്തിങ്കിലേക്ക് മടങ്ങണം. എന്തിന്? പാപത്തിൽ നിന്നും അതിന്റെ അനന്തരഫലമായ മരണത്തിൽ നിന്ന് രക്ഷ നേടുവാൻ. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവിന്റെ ചികിത്സാ രീതികളൊക്കെ പലപ്പോഴും പാപത്തിന് വേണ്ടിയുള്ള ചികിത്സാ രീതികളായിരുന്നു. നമുക്കൊരു ഉദാഹരണം നോക്കാം. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ എല്ലാം വായിക്കാൻ നമുക്ക് സമയമില്ല. ചില ദിവസം കഴിഞ്ഞ ശേഷം ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി അവൻ അവരോട് തിരുവചനം പ്രസംഗിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാരം നിമിത്തം യേശുവിനോട് സമീപിച്ചുകൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽപ്പുര പൊളിച്ച് പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി യേശുവിന്റെ അടുക്കൽ വെച്ചു. യേശുവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു. യേശു എന്താ പറഞ്ഞത്? മകനെ നിന്റെ പക്ഷപാതം മാറിയിരിക്കുന്നല്ല പറഞ്ഞു, എന്നെയോ മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാരിരുന്നു. ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്താ? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ ആർക്ക് കഴിയുമെന്ന് ഉള്ളത്തിൽ ചിന്തിച്ചു. യേശുവരുടെ വിചാരം ഗ്രഹിച്ചിട്ട് അവരോട് ചോദ്യം ചോദിച്ചു. പക്ഷപാതക്കാരനോട് നിന്റെ കിടക്കിയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് പറയുന്നതോ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നതോ ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചു. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രൻ അധികാരമുണ്ട് എന്ന് അവർ അറിയേണ്ടതിന് അവിടുന്ന് പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കിയെടുത്ത് നിന്റെ വീട്ടിലേക്ക് പോക എന്ന് നിന്നോട് പറയുന്നത് കൽപ്പിച്ചു. ഉടനെ അവൻ കിടക്കിയെടുത്ത് എല്ലാവരും കാണുക. ദൈവത്തിന് സ്തോത്രം. അപ്പൊ യേശുവിന്റെ ട്രീറ്റ്മെന്റ് എന്തിനുള്ള ട്രീറ്റ്മെന്റ് ആയിരുന്നു? പാപത്തിനുള്ള ചികിത്സ, പാപത്തിന്റെ ചികിത്സ. അപ്പൊ വചനം പറയുന്നു, നീ നിന്റെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരണം. എന്തിനാ? പാപത്തിൽ നിന്നും അതിന്റെ അനന്തര ഫലമായ മരണത്തിൽ നിന്നും രക്ഷ നേടുവാൻ. വിശ്വാസത്യാഗിനിയായ ഇസ്രായേലെ മടങ്ങി വരിക. എങ്ങോട്ട്? ദൈവത്തിങ്കലേക്ക്. 2, ഇനി നമ്മൾ എങ്ങോട്ട് മടങ്ങി വരണം? വായിക്കാം. വിശുദ്ധ വേദപുസ്തകത്തില് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 3-ാമത്തെ വാക്യം. പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 3-ാമത്തെ വാക്യം. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അപ്പൊ രണ്ടാമതായിട്ട് നമുക്കൊരു മടങ്ങി വരുവാണ്. എങ്ങോട്ട് മടങ്ങി വരണം? വിശുദ്ധീകരണത്തിലേക്ക് മടങ്ങി വരണം. ഇങ്ങോട്ട് മടങ്ങി വരണം. എങ്ങോട്ട് മടങ്ങി വരണം മോളെ?
നമ്മൾ വിശുദ്ധീകരണത്തിലേക്ക് ഇടയ്ക്ക് ചോദ്യം ചോദിക്കും കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. വിശുദ്ധീകരണത്തിലേക്ക് മടങ്ങി വരണം. എങ്ങനെ വിശുദ്ധീകരണത്തിലേക്ക് മടങ്ങി വരുന്നത്? ഇന്ന് രാവിലെ എഴുന്നേറ്റ് എല്ലാവരും പള്ളിയിൽ പോകുന്നതിന് ഇവിടെ നന്നായിട്ട് എന്ത് ചെയ്തു? യൂസുട്ടി സാറേ നല്ല ഭംഗിയായിട്ട് കുളിച്ചു. എന്തിനാ കുളിച്ചത് ചന്ദ്ര സാറേ? ഒരു ശുദ്ധീകരണം പ്രാപിക്കുവാൻ അല്ലേ? നമ്മൾ ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ നാം എന്ത് ചെയ്യുന്നു? ഒരു ശുദ്ധീകരണം ലഭിക്കുവാൻ വേണ്ടി കുളിക്കുന്നു, നല്ല വസ്ത്രം ധരിക്കുന്നു, ഒരു കഴുകൽ നടക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണം നടക്കണമെങ്കിൽ നമുക്കൊരു കഴുകൽ ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ എന്ത് കഴുകലാണ് നമുക്ക് വേണ്ടുന്നത്? ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. 51 സങ്കീർത്തനം 7-ാമത്തെ വാക്യവും 2-ാമത്തെ വാക്യം. 51 സങ്കീർത്തനം 7-ാമത്തെ വാക്യം. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. 2-ാമത്തെ വാക്യം. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, അവിടുന്ന് എന്നെ നന്നായിട്ടൊന്ന് കഴുകണം. അപ്പൊ കഴുകൽ പ്രാപിക്കാതെ വിശുദ്ധീകരണം കിട്ടത്തില്ല അല്ലെ? നമുക്കൊരു കഴുകൽ ആവശ്യമാണ്. അപ്പൊ നാം എങ്ങനെയാണ് ഈ കഴുകൽ നടക്കുന്നത്? എങ്ങനെ കഴുകൽ നടക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം നമ്മൾ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എന്ത് പറയുന്നു? എങ്ങനെയാണ് കഴുകൽ നടക്കുന്നത് യേശു പറയുന്നുണ്ട് അല്ലേ? പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദേമോസ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? റബ്ബി, അങ്ങ് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടെയില്ലെങ്കിൽ അങ്ങ് ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ യേശു എന്താ പറഞ്ഞത്? ഞാൻ ഉറപ്പായിട്ടും നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയത്തില്ല. അപ്പൊ അദ്ദേഹത്തിന് സംശയം, മനുഷ്യൻ വൃദ്ധനായ ശേഷം പിന്നെയും ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ യേശുവിന്റെ മറുപടി ആമേൻ ആമേൻ. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. നിന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വചനം പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ സ്നാനപ്പെടണം. ഒന്ന്, നാം ദൈവത്തിന്റെ അടുക്കലേക്ക് രക്ഷയ്ക്കായിട്ട് വരണം. 2, നാം ഒരു വിശുദ്ധീകരണത്തിലേക്ക് വരണം. അതിനൊരു കഴുകൽ നടക്കണം. എന്ന് പറഞ്ഞാൽ നാം സ്നാനപ്പെടണം. ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ പലതരത്തിലുള്ള സ്നാനങ്ങളുണ്ട് അല്ലേ? ഞാനൊരു ചെറുപ്പകാലം മുതൽ പല സ്നാനങ്ങൾ കണ്ടിട്ടുണ്ട്. വെള്ളം ഒഴിച്ചുള്ള സ്നാനമുണ്ട്, വെള്ളം തളിച്ചുള്ള സ്നാനമുണ്ട്, വെള്ളത്തിൽ മുക്കിയുള്ള സ്നാനമുണ്ട്, വെള്ളത്തിൽ 3 പ്രാവശ്യം മുക്കിയുള്ള സ്നാനമുണ്ട്, കൊടിക്കീഴിലൂടെ നടത്തിയുള്ള സ്നാനമുണ്ട്, റോസാപ്പൂക്കൾ വിതറിയുള്ള സ്നാനമുണ്ട്, ഉപ്പ് വിതറിയുള്ള സ്നാനമുണ്ട്, ടെലിഫോണിലൂടെയുള്ള സ്നാനവുമുണ്ട്. പലതരം സ്നാനങ്ങളാണ്. ആളുകളാകെ കൺഫ്യൂഷനിലാവും, ഇതൊക്കെ ഏതാ ശരി അല്ലേ? എന്നെ ചെറുപ്പകാലത്തിന് എൻ്റെ അമ്മയും അപ്പച്ചനും കൂടെ എടുത്ത് പള്ളിയിൽ അച്ഛൻ്റെ കൈ കൊണ്ട് കൊടുത്തു. അച്ഛൻ എന്നെ സ്നാനപ്പെടുത്തി. 1995 ഫെബ്രുവരി മാസം 4-ാം തീയതി അടൂർ സവന്തരി അഡ്വന്റിസ്റ്റ് സഭയിൽ വെച്ച് ഞാൻ സ്നാനപ്പെട്ടൊരു വിശുദ്ധ ദിവസത്തിൽ. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ? ലോകത്തിൽ വിവിധ തരം സ്നാനങ്ങളുണ്ട്. നാം 10 വ്യത്യസ്ത ഭവനങ്ങൾ സന്ദർശിച്ച് ചോദിക്കുക, സഹോദര, ഏതാണ് ശരിയായ സ്നാനം? ഒരു വീട്ടിൽ പറയും, പക്ഷേ വെള്ളം തളിക്കുന്നതാണ് ശരിയായ സ്നാനം. അടുത്ത വീട്ടിൽ ചോദിക്കും, അല്ലല്ല, വെള്ളം തളിക്കുന്നില്ല, അവർ തളിക്കുന്നവരാ, ഞങ്ങൾ ഒഴിക്കുന്നവരാ. അപ്പൊ അടുത്ത വീട്ടിൽ അമ്മാവ പറയും, ഇതൊന്നുമല്ല ശരിയായ സ്നാനം, വെള്ളത്തിൽ മുക്കുന്നതാണ്. അപ്പൊ അടുത്ത വീട്ടിൽ അമ്മാവ പറയും, യോ പാസ്റ്റർ, അങ്ങനെ ഒന്ന് മുക്കിയാൽ പോരാ, അപ്പുറത്തുകാർ ഒന്നേ മുക്കത്തുള്ളൂ, ഞങ്ങൾ പിതാവിന്റെ നാമത്തിൽ, പുത്രന്റെ നാമത്തിൽ, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുക്കും. അപ്പോഴടുത്ത വീട്ടിൽ കയറി പറഞ്ഞു, ഇതൊന്നും ശരിയല്ല, കൊടിക്കീഴിലൂടെ നമ്മൾ നടന്നാൽ മതി, അതാണ് ശരിയായ സ്നാനം. ആളുകളാകെ വിഷമിക്കും. ഏതാണ് ശരിയായ സ്നാനം? എഫെസ്യ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 6 വരെ. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 6 വരെ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏകപ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന് എന്ന് പറയാ, സഭയൊന്ന്, ആത്മാവ് ഒന്ന് എന്ന് പറയാ, പരിശുദ്ധാത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, ഒരു കർത്താവ്, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്. ഒരെണ്ണേ ഉള്ളൂ ശരിയായിട്ടുള്ളത്. എല്ലാം ഒന്നും ശരിയല്ല, ശരി ഒന്നേ ഉള്ളൂ അല്ലേ? നമ്മുടെ സഭയിലൊക്കെ ആളുകൾ കടന്നു വരുമ്പോൾ പല സഭകളിൽ സ്നാനപ്പെട്ടവർ വരാറുണ്ട്. അപ്പൊ അവർ പറയും, പക്ഷെ ഞങ്ങള്
സ്നാനം ഒന്നേ ഉള്ളൂ, ഞങ്ങൾ ഏറ്റതാ. CJ സോമൻ പാസ്റ്റർ വന്നപ്പോഴും ഇത് തന്നെ പറഞ്ഞു. അപ്പൊ ഞാനൊരു മറുപടി അങ്ങോട്ട് ചോദിച്ചു, പാസ്റ്ററെ, ശരിയായ സ്നാനം ഒന്നേ ഉള്ളൂ, അല്ലാത്ത സ്നാനങ്ങൾ പലതുണ്ട്, പക്ഷെ ശരിയായ സ്നാനം ഒന്നേ ഉള്ളൂ. ആ ശരിയായ സ്നാനം അല്ല ഏറ്റിരിക്കുന്നതെങ്കിൽ നാം ശരിയായ സ്നാനം ഏൽക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ശരിയായ സ്നാനം ഏതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ സാധാരണ പറയാറുള്ളൊരു വാചകമുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് പറ്റൊരു വാക്യമുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന് 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, വിശ്വാസത്തിന്റെ നായകനും, ബാക്കി കാണാതെ പറഞ്ഞേ, പൂർത്തി വരുത്തുന്നവനുമായ അവിടുന്ന് തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുകയും ചെയ്തു. അപ്പൊ നമുക്ക് ഒരു ഭാഗം എടുക്കാം. എന്ത് സംശയമുണ്ടെങ്കിലും ആരെ നോക്കണം? അല്ലെ, യേശുവിനെ നോക്കിയാൽ മതി, സംശയം അങ്ങ് മാറും. എങ്ങനെ സ്നാനപ്പെടേണ്ടെന്ന് ഒരാൾക്ക് അറിയത്തില്ല, എങ്ങോട്ട് നോക്കണം? യേശുവിനെ നോക്കിയാൽ മതി. നല്ല മാതൃക കാണിച്ചിട്ടുണ്ട്. എന്നാൽ പള്ളി പോകേണ്ടിയെന്ന് അറിയത്തില്ല ആളുകൾക്ക്. ചിലർ വെള്ളിയാഴ്ച പോകുന്നു, ചിലർ ശനിയാഴ്ച പോകുന്നു, ചിലർ ഞായറാഴ്ച പോകുന്നു. ആകെപ്പാടെ കൺഫ്യൂഷൻ. എന്നും കൺഫ്യൂഷൻ വേണ്ട. യേശുവിനെ നോക്ക. അവിടുന്ന് വളർന്ന നസ്രത്തിൽ വന്നു, ശബദിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായ്പാൻ എഴുന്നേറ്റ് നിന്നു. നോക്കിക്കേ. അപ്പൊ സ്നാനം ശരിയായത് കണ്ടുപിടിക്കാൻ നാട്ടുകാരെ ഒന്നും നോക്കരുത്, ഉപദേശിമാരെ നോക്കരുത്, സഭയുടെ അധ്യക്ഷന്മാരെ നോക്കരുത്. ആരെ നോക്കണം? യേശുവിനെ നോക്കണം. നമുക്ക് യേശുവിനെ നോക്കാം. മത്തായി സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 13 മുതൽ 17 വരെ. മത്തായി സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 17 വരെ. അവിടെ എന്താ വായിക്കുന്നത്? അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കേണ്ടതിന് ഗലീലയിൽ നിന്ന് യോർദാൻ കരെ അവന്റെ അടുക്കൽ വന്നു. യോഹന്നാനോ യേശുവിനെ വിലക്കി, അങ്ങയാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ അങ്ങന്റെ അടുക്കൽ വരുന്നുവോ എന്ന് യോഹന്നാൻ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്കാം. ഇങ്ങനെ സകല നീതിയിൽ നിവർത്തിക്കുന്നത് എന്നാറേ അവൻ യേശുവിനെ സമ്മതിച്ചു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി, അപ്പൊ വെള്ളത്തിൽ ഇറങ്ങി. അല്ലേ, യോഹന്നാൻ സ്നാപകൻ ഒരു പാത്രത്തിൽ വെള്ളം കോരിക്കൊണ്ട് വന്ന് യേശുവിന്റെ പുറത്ത് തളിച്ചു വിട്ടതല്ല, ഒഴിച്ചു വിട്ടതല്ല, കുടഞ്ഞു വിട്ടതല്ല. പിന്നെയോ വെള്ളത്തിൽ ഇറങ്ങി. യേശു വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടു. അപ്പൊ ശരിയായ സ്നാനം വെള്ളത്തിൽ ഇറങ്ങി മുങ്ങിയുള്ള സ്നാനമാണ്. നമുക്ക് ഷണ്ണന്റെ സ്നാനം അറിയാം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 8-ാം അധ്യായം 26 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 8-ാം അധ്യായം 26 മുതൽ 39 വരെ വായിക്കുമ്പോൾ, എല്ലാം വായിക്കാൻ സമയമില്ല, അതുകൊണ്ട് ഞാനങ്ങ് പറയാം. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്തക്ക എന്ന ഐത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ണനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു ഐത്യോപ്യനെ കണ്ടു. അവൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയില്ല, തേരിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്തു ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് കൽപ്പിച്ചു. അവൻ ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയാണ്. ഒരു ചോദ്യം, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാതിരുന്നാൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന് പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണമെന്ന് അപേക്ഷിച്ചു. തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവും. ഇത് ആർക്ക് കാണാതെ പറയാം? എന്തോ ഫിലിപ്പോസ് ഷണ്ഡൻ വായിച്ചത്? അറുപ്പാൻ, കണ്ടു വായിക്കാനല്ല, കാണാതെ വായിക്കാനാ പറഞ്ഞത്. അറുപ്പാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നവന് മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ് തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ ജീവനെ ഭൂമിയിൽ നിന്ന് എടുത്തു കളയുന്നുവല്ലോ. ഷണ്ണന്റെ ചോദ്യം, പ്രവാചകൻ ഇതാരെക്കുറിച്ച് പറയുന്നു? തന്നെക്കുറിച്ചോ മറ്റൊരുത്തരെ കുറിച്ചോ പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. ഈ തിരുവെഴുത്ത് ആധാരമാക്കി ഫിലിപ്പോസ് അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. അടുത്ത വാക്യം, അവർ ഇങ്ങനെ വഴി പോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധമെന്ന് പറഞ്ഞു. നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞു. അപ്പൊ ഷണ്ണന്റെ മറുപടി, യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉടനെ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. അടുത്ത വാക്യം 39-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്,
ഫിലിപ്പോസും ഷണ്ഡനും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി. ഇംഗ്ലീഷിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് they went down both into the water. അവർ വെള്ളത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി. അപ്പൊ ശരിയായ സ്നാനം തളിക്കുന്നതും ഒഴിക്കുന്നതും കുടയുന്നതും കൊടിക്കീഴ പോകുന്നതുമല്ല, പിന്നെയോ വെള്ളത്തിൽ ഇറങ്ങി മുങ്ങിയുള്ള സ്നാനമാണ്. ഹല്ലേലൂയ. ആരും വിശ്വസിക്കുന്നില്ലയോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നോക്കിയ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കിയാൽ ഒരു കാര്യം പിടികിട്ടും, ശരിയായ സ്നാനം ഏതാണെന്ന്. അപ്പൊ നമുക്കൊരു വിശുദ്ധീകരണത്തിലേക്കൊരു മടങ്ങിവരവ് ആവശ്യമാണ്. ഇങ്ങനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും സ്നാനപ്പെടാത്തവരുണ്ടെങ്കിൽ, ഇനി തങ്ങൾ ഏറ്റിരിക്കുന്ന സ്നാനം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തോട് ആലോചന പറയുന്നു, നിങ്ങൾക്കൊരു ശരിയായ സ്നാനം ആവശ്യമാണ്. ആരാ സത്യത്തിൽ സ്നാനപ്പെടേണ്ടത്? 3 ക്വാളിഫിക്കേഷൻ പ്രധാനമായിട്ടും വേണം. ഒന്ന്, മർക്കോസ് 16:16. ആർക്ക് കാണാതെ പറയാം? പാസ്റ്റർ പറയുന്നുണ്ട്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ. അപ്പൊ ഈ സ്നാനപ്പെടുന്നവൻ എന്ത് ചെയ്യണം? വിശ്വസിച്ച് സ്നാനപ്പെടണം. എന്ത് വിശ്വസിക്കണം? റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം ഈ യേശുവിനെ മരിച്ചവന്റെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പൊ വിശ്വസിച്ച് സ്നാനപ്പെടണം. 1 വയസ്സുള്ള കുഞ്ഞിനെയോ 2 വയസ്സുള്ള കുഞ്ഞിനെയോ ഉപദേശിയുടെ കയ്യിൽ കൊണ്ട് ചെന്ന് സ്നാനപ്പെടുത്താൻ കൊടുത്താൽ ഈ കുഞ്ഞിനെ വിശ്വസിക്കാൻ പ്രായമായോ? സാറേ ഇല്ല. അപ്പൊ തെറ്റായ സ്നാനം. ഇനി 2, സ്നാനപ്പെടുന്നവർ വേണ്ടത് രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായം 38-ാമത്തെ വാക്യം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായം 38. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. അപ്പൊ എങ്ങനെ സ്നാനപ്പെടണം? യേശുക്രിസ്തുവിന്റെ നോ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. അപ്പൊ സ്നാനപ്പെടുന്നവന് വേണ്ടുന്ന രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ, അവൻ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണം. ഒരു കാലത്ത് മദ്യപാനിയും പുകവലിക്കാരനും തല്ലുകാരനും കൊല്ലുകാരനും സമൂഹത്തിൽ വെറിക്കുത്തുകാരനുമായി ജീവിച്ചവൻ എന്തു ചെയ്യണം? അവൻ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണം. ചോദ്യം, 1 വയസ്സുള്ള കുഞ്ഞിന് മാനസാന്തരപ്പെടാൻ പറ്റുമോ? അപ്പൊ ശിശു സ്നാനം തെറ്റ്. ഞാനൊരിക്കൽ മാരാമൺ കൺവെൻഷന് പോയപ്പോൾ അവിടെ ഒരു തിരുമേനി നിന്ന് പ്രസംഗിക്കുന്നു. അപ്പോൾ തിരുമേനിയുടെ പ്രസംഗമായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചു. ഒരു വാചകം എനിക്ക് ഇച്ചിരി വിഷമമുണ്ടാക്കി. അദ്ദേഹം പറയുകയാണ്, പ്രിയമുള്ളവരെ, ഏതാണ് ശരിയായ സ്നാനമെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ചങ്കത്ത് കൈവച്ചുകൊണ്ട് പറയും, ശിശു സ്നാനമാണ് ശരിയായ സ്നാനം. ഏത് വാക്യത്തിൻ്റെ തെളിവിലാണെന്ന് എനിക്കൊരു ബോധവുമില്ല. വേദപുസ്തകം പറയുന്നു, വിശ്വസിച്ച് സ്നാനപ്പെടണം. 2, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണം. പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വിശ്വസിക്കുവാനും മാനസാന്തരപ്പെടാനും പ്രായമായില്ല. ഇനി 3, മത്തായി സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു. മത്തായി 28, 18 മുതൽ 20 വരെ യേശു അടുത്തു ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച്, ബാക്കി വായിച്ചേ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ആ വാക്യം ശ്രദ്ധിച്ചോ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്, ഗോ ടീച്ച് പ്രീച്ച് ആൻഡ് ബാപ്റ്റൈസ്. എങ്ങനെ സ്നാനപ്പെടുത്തണം? നിങ്ങൾ പുറപ്പെടണം, നിങ്ങൾ പഠിപ്പിക്കണം, നിങ്ങൾ പ്രചരിപ്പിക്കണം, സ്നാനപ്പെടുത്തണം. പിഞ്ചു കുഞ്ഞിന് പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ ശരിയായ സ്നാനം ഏത് സ്നാനമാണ്? മുതിർന്ന വ്യക്തികൾക്കുള്ള സ്നാനമാണ്. എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് വചനം പഠിച്ച് സ്നാനപ്പെടുന്ന സ്നാനമാണ് ശരിയായ സ്നാനം. ഇന്ന് രാത്രികാലം വചനം പറയുന്നു, നീ ചെന്ന് വടക്കോട്ട് നോക്കി ഈ വചനങ്ങളെ വിളിച്ചു പറയുക, വിശ്വാസ ത്യാഗിനിയായ ഇസ്രായേലെ മടങ്ങി വരിക. എങ്ങോട്ട്? 1, രക്ഷപ്പെടുവാൻ കർത്താവിലേക്ക് വരണം. 2, നീ വിശുദ്ധീകരണത്തിലേക്ക് വരണം. അതിന് നിനക്ക് ഒരു കഴുകൽ ആവശ്യമാണ്, ഒരു സ്നാനം ആവശ്യമാണ്. ഇനി 3, നാം എങ്ങോട്ട് മടങ്ങി വരണം?
എങ്ങോട്ട് മടങ്ങി വരണം? വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഉൽപ്പത്തി 22:5. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് പറഞ്ഞു. ഇവിടെ ആരാധനയിലേക്ക് ഒരു മടങ്ങി വരവ്, ആരാധനയിലേക്കുള്ള മടങ്ങി വരവ്. ഇന്ന് ലോകത്തിൽ ധാരാളം ആരാധനക്കാരുണ്ട്, അല്ലേ? വ്യത്യസ്ത തരത്തിലുള്ള ആരാധനക്കാരുണ്ട്. മതവിശ്വാസികളിലും ഈശ്വരവിശ്വാസികൾക്ക് മാത്രമല്ല ആരാധന ചിന്തയുള്ളത്. പിന്നെയോ നിരീശ്വരവാദിക്കും യുക്തിവാദിക്കും വിപ്ലവകാരികൾക്കും ഒക്കെ ആരാധന ചിന്തയുണ്ട്. നിരീശ്വരൻ പണ്ടെങ്ങോ മരിച്ചു മൺമറഞ്ഞ ആൾക്കുരങ്ങുകളുടെയും ഭോസ്ലുകളുടെയും തങ്ങൾക്ക് മുമ്പ് മരിച്ചു മൺമറഞ്ഞ ദൈവ നിഷേധികളുടെയും ഫോട്ടോകളും ആശയങ്ങളും വെച്ച് ആരാധിക്കുമ്പോൾ, യുക്തിവാദിക്കും വിപ്ലവകാരികൾക്കും തങ്ങളുടെ ആചാര്യന്മാരും ഗുരുക്കന്മാരും ഒക്കെ ആരാധനാ പുരുഷന്മാരാണ്. അതുകൊണ്ടാണ് അവരുടെയൊക്കെ ഫോട്ടോകൾ നാൽക്കവലകളിലും പ്രധാന ജംഗ്ഷനിലൊക്കെ വെക്കുകയും അവയ്ക്ക് മുന്നിൽ പൂമാല ചാർത്തുകയും തിരി തെളിയിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് കാരണം എന്താ? ആരാധന ചിന്തയുള്ളത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ എല്ലാ ആളുകൾക്കും ആരാധന ചിന്തയുണ്ട്. ചുരുക്കത്തിൽ പ്രകൃതി ശക്തികളെ ആരാധിക്കുന്നവരുണ്ട്, സൂര്യചന്ദ്രന്മാരെ ആരാധിക്കുന്നവരുണ്ട്, സാമൂഹിക നേതാക്കന്മാരെ ആരാധിക്കുന്നവരുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരെ ആരാധിക്കുന്നവരുണ്ട്, സിനിമ അഭിനേതാക്കളെ ആരാധിക്കുന്നവരുണ്ട്, സ്പോർട്സ് താരങ്ങളെ ആരാധിക്കുന്നവരുണ്ട്, അത്ഭുത പ്രവൃത്തികൾ കാണിക്കുന്നവരെ ആരാധിക്കുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആരാധനക്കാരാ. ഈ രാഷ്ട്രീയക്കാരൊക്കെ വരുന്ന വേദിയിൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഈ അവർ പറയുന്നൊരു വാചകം ഇച്ചിരി വിഷമമുണ്ടാക്കുന്നതാണ്. ആരാധ്യനായ നമ്മുടെ മുഖ്യമന്ത്രി കടന്നു വന്നിട്ടുണ്ട്. ശരിയോ തെറ്റോ? തെറ്റ്. എന്താ എന്തു കുഴപ്പം? ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവൻ മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നോക്കിക്കേ, ബഹുമാന്യനായ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അത് ശരിയാ, എല്ലാവരും ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നസ്രയനായ യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ആരാധനക്കാരെ കൊണ്ട് നിറഞ്ഞ ഒരു ലോകത്തിൽ നാം ആരാധിക്കുന്നു. ചോദ്യം, എന്തുകൊണ്ടാണ് നാം ദൈവത്തെ ആരാധിക്കേണ്ടത്? എന്തുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്? 95-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ 95:6. വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. എന്തുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്? അവിടെ നമ്മെ നിർമ്മിച്ച ദൈവമായതുകൊണ്ട്. ഇവിടെ ആരെങ്കിലും വല്ലതും നിർമ്മിക്കുന്നുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ പല കണ്ടുപിടുത്തങ്ങളും ആളുകൾ കണക്ക് പറയും. പക്ഷേ ഇതൊക്കെ ഇവിടുന്ന് കണ്ടുപിടിക്കുന്ന ദൈവം ഉണ്ടാക്കിയിട്ടുള്ളതെന്നല്ലാതെ ഒരു പുതിയ കണ്ടുപിടുത്തവും ആരും ഇവിടെ നടത്തുന്നില്ല. അല്ലേ? ചുണയുണ്ടെങ്കിൽ ഒരു സൂര്യനെ ഒന്ന് ഉണ്ടാക്കി കാണീര്, ഒരു നക്ഷത്രം ഉണ്ടാക്ക്, അല്ലേ? ഒക്കുവോ? ഇല്ല. അപ്പൊ നോക്കിക്കേ, കർത്താവേ, വെളിപ്പാട് 4:11 ഇങ്ങനെ വായിക്കുന്നുണ്ട്. വെളിപ്പാട് 4:11, കർത്താവേ, അവിടുന്ന് സർവ്വവും സൃഷ്ടിച്ചവനും എല്ലാം അങ്ങയുടെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ. അപ്പൊ എന്തുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്? അവിടുന്ന് സകലത്തിന്റെ സൃഷ്ടിതാവാണ്. നമ്മളൊക്കെ ഈ പരുവത്തിൽ ഇവിടെ ഞാൻ ഇരിക്കുന്നു, അല്ലേ? സങ്കീർത്തനത്തിൽ വായിക്കുന്ന ഭയങ്കരവും ഇതുപോലൊരു കണ്ടുപിടുത്തം ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ? നമ്മുടെ മനുഷ്യ ശരീരം പോലെ. അയ്യോ, എന്തുമാത്രം അത്ഭുതകരമായ കണ്ടുപിടുത്തം! ചിന്തിക്കുവാനുള്ള കഴിവ്, നടക്കുവാനുള്ള കഴിവ്, ജോലി ചെയ്യുവാനുള്ള കഴിവ്, നോക്കിക്കേ, കാണുവാനുള്ള കഴിവ്, കേൾക്കുവാനുള്ള കഴിവ്. ഇതുപോലൊരു കമ്പ്യൂട്ടർ സംവിധാനം നിർമ്മിക്കണമെങ്കിൽ അടുത്ത കാലത്ത് വായിച്ചപ്പോൾ എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിന്റെ എത്രയോ മടങ്ങ് വലിപ്പമുള്ള കൂറ്റൻ കെട്ടിടം വേണം ഈ മനുഷ്യ ശരീരത്തിലെ തലച്ചോറ് പോലുള്ളൊന്ന് കണ്ടുപിടിക്കാൻ. അങ്ങനെയെങ്കിൽ ഈ ഇത്തിരി പോന്ന ഈ തലയൊട്ടിക്കുള്ളില് ആമേൻ എന്തുമാത്രം അത്ഭുതങ്ങളാണ് ദൈവം ഒളിച്ചു വച്ചിരിക്കുന്നത്. ഈ ദൈവം നമ്മുടെ സൃഷ്ടിതാവായ ദൈവമാണ്. അതുകൊണ്ട് വചനം പറയുന്നു, നീ നിന്റെ ദൈവത്തെ ആരാധിക്കണം. എന്തുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്? അവിടെ നമ്മുടെ സൃഷ്ടിതാവായതുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം. എൻ്റെ ചോദ്യം, എങ്ങനെ ആരാധിക്കണം? അപ്പൊ ആരാധനയിലേക്ക് ആ മടങ്ങി വരവ് എങ്ങനെ ആരാധിക്കണം? യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ സ്വർഗീയ ആരാധനയുടെ ഒരു രംഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യെശയ്യാവ് 6:1 മുതലുള്ള വാക്യങ്ങൾ. ഉസ്സിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന്റെ ചുറ്റും നിന്നു. ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മറപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. നോക്കിക്കേ, സ്വർഗീയ ആരാധന. എങ്ങനെയാ സ്വർഗീയ ആരാധന? 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്ന് ദൈവത്തെ ആരാധിക്കുന്നു. എന്തിനാ ഇതൊക്കെ മൂടി വെച്ചേക്കുന്നത്? എന്തിനൊക്കെ മൂടി ആരാധിക്കുന്നത്? സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ അല്ലെ? തോന്നുന്നത് പോലൊന്നും കയറി വന്നിരിക്കാനും നിൽക്കാനോ എന്നുള്ള സ്ഥലമല്ല ദൈവസന്നിധി. നമ്മൾ ദൈവാലയത്തിലൊക്കെ വരുമ്പോൾ ഇന്ന് നമ്മുടെ ആളുകളുടെ ഇടയിലും ഒത്തിരി തെറ്റായ പ്രവണതകളുണ്ട്. ഇരിക്കേണ്ടത് പോലെ ഇരിക്കാൻ അറിയാത്തവർ, വരേണ്ടത് പോലെ വരാനറിയാത്തവർ. ഞാനും പാസ്റ്റർ ജോൺ ഫിലിപ്പും കൂടെ ഈ അടുത്ത സമയത്ത് ഒരു കല്യാണത്തിന് പോയി, 2-3 ദിവസം മുമ്പാ. പാസ്റ്റർ സ്റ്റേജ് ചെയ്ത് എന്നോട് ചോദിച്ചു, ഇതാണ്ട് അങ്ങോട്ട് നോക്കിക്കേ, പെണ്ണിന്റെ അനിയത്തിയാന്ന് തോന്നുന്നു, ഒരു നല്ല ബ്ലൗസ് ഇട്ടിരിക്കുന്നു, ഫ്രണ്ട് മൊത്തം റൗണ്ടിൽ അങ്ങ് കണ്ടിച്ചു മാറ്റി, അവളുടെ സകല ഭാഗങ്ങളും പുറത്ത് കാണാം. എന്നിട്ട് കൂടെ അവൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ നോക്കിയപ്പം പാസ്റ്റർ പറഞ്ഞു, അയ്യോ ഇതെന്തൊരു വൃത്തികേട്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 26-ാമത്തെ വാക്യത്തില് ഇങ്ങനെ വായിക്കുന്നുണ്ട്. എങ്ങനെ വായിക്കുന്നു? പുറപ്പാട് 20:26 കിട്ടിയില്ലയോ? എന്റെ യാഗപീഠത്തിങ്കൽ നിന്റെ നഗ്നത കാണാതിരിപ്പാൻ നീ അതിങ്കൽ പടികളാൽ കയറരുത് എന്ന് പറയുന്ന ദൈവാലയത്തിൽ വരുമ്പോൾ നമ്മുടെ നഗ്നത കാണിക്കുന്ന സ്ഥലമല്ല, അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് വേണം വരാൻ. അതുകൊണ്ട് ആ താറാപ്പുകള് ദൈവത്തെ ആരാധിച്ചപ്പോൾ എന്താ? 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്ന്. ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ. ഇന്നങ്ങനെയൊക്കെയാണോ നമ്മൾ ആരാധിക്കാൻ വരുന്നത്? പുരുഷന്മാരും സ്ത്രീകളും എല്ലാം തലതിരിഞ്ഞു പോയി. നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ വസ്ത്രധാരണം കണ്ടാൽ, ഇതിൻ്റെയൊക്കെ ഹെയർ സ്റ്റൈൽ കണ്ടാൽ, ആമേൻ, ദൈവത്തെ അപമാനിക്കുന്ന ഒരു തലമുറ വളർന്നു വരുമ്പോൾ എങ്ങനെ ദൈവത്തെ ആരാധിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പ്രിയമുള്ളവരെ, ആരെയും വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. ദൈവസന്നിധിയിൽ മാന്യവും മര്യാദയ്ക്കും ദൈവത്തെ ആരാധിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കത്തില്ല. നമ്മുടെ നഗ്നത പ്രദർശിപ്പിക്കുന്ന സ്ഥലമല്ല ദൈവസന്നിധി. നാം ദൈവത്തെ ആരാധിക്കണം. എങ്ങനെ ആരാധിക്കണം? ദൈവത്തിന് സ്തോത്രം. ഇനി ചോദ്യം, എന്ന് ദൈവത്തെ ആരാധിക്കണം? എങ്ങനെ ആരാധിക്കണമെന്ന് പിടികിട്ടി. ഇനി എന്ന് ദൈവത്തെ ആരാധിക്കണം? 118-ാം സങ്കീർത്തനം 24-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങൾ 118-24 എല്ലാ ഉപദേശിമാരും എടുത്ത് വായിക്കുന്ന വാക്യമാണ്. വായിക്കാം. സങ്കീർത്തനങ്ങൾ 118:24. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. എല്ലാം ഞായറാഴ്ച ഉപദേശിച്ച് എഴുന്നേറ്റ് ഇന്ന് വായിക്കുക. എന്ത്? ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച്. കേട്ടിരിക്കുന്ന മണ്ടന്മാര് മൊത്തം അവിടെ ഇരുന്ന് ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞിട്ട് വീട്ടിൽ പോകും. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. അപ്പൊ നോക്കി, ആരാധനയ്ക്കായിട്ട് ദൈവം ഒരു ദിവസത്തെ ഉണ്ടാക്കി നൽകിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ, ഉൽപ്പത്തി 2:1 മുതൽ 3 വരെ, ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവർത്തനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവർത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ ഉൽപ്പത്തിയില് എത്ര ദിവസം കൊണ്ട് ദൈവം എല്ലാത്തിനെയും ഉണ്ടാക്കിയത്? 6 ദിവസം കൊണ്ട്, അല്ലേ? എത്രാം ദിവസം മനുഷ്യനെ ഉണ്ടാക്കിയത്? 6-ാമത്തെ ദിവസം, അല്ലേ? 7-ാമത്തെ ദിവസം ദൈവം എന്ത് ചെയ്തു? ഒരു പുതിയ ദൈവത്തിന് വേണമെങ്കിൽ 6 ദിവസം കൊണ്ട് ഈ പണി ഇവിടെ നിർത്താമായിരുന്നു. പക്ഷെ നിർത്തിയില്ല. ദൈവം ഒരു ദിവസത്തേക്കൂടെ ഉണ്ടാക്കി. എന്നിട്ട് ആ ദിവസത്തെ അനുഗ്രഹിച്ചു, ആ ദിവസത്തെ ശുദ്ധീകരിച്ചു, ആ ദിവസത്തെ ആരാധനയ്ക്കായിട്ട് നൽകി. വേറെ ഒരു ദിവസത്തെയും ദൈവം അനുഗ്രഹിച്ചില്ല. വേറെ ഒരു ദിവസത്തെയും ദൈവം ശുദ്ധീകരിച്ചില്ല. വേറെ ഒരു ദിവസത്തെയും ദൈവം ആരാധനയ്ക്കായിട്ട് നൽകിയില്ല. ദൈവം മനുഷ്യവർഗത്തിന് ആരാധനയ്ക്കായിട്ട് കൊടുത്തത് ആഴ്ചവട്ടത്തിന്റെ 7-ാം ദിവസമാണ്. അതേതാണ് 7-ാം ദിവസം? തിങ്കൾ 1, ചൊവ്വ 2, ബുധൻ 3, വ്യാഴം 4, വെള്ളി 5, ശനി 6, ഞായർ
ഇവിടുത്തെ CBSE പുസ്തകത്തിലൊക്കെ അച്ചടിച്ച് വന്നേക്കുന്നത് അങ്ങനെയാ. ടീച്ചർമാർ എന്നെ വിളിച്ചു പറഞ്ഞിട്ട് പൊന്നു പാസ്റ്റർ ഇതാണ്ട് ഇപ്പൊ അടിച്ചു വന്നേക്കുന്നു തിങ്കൾ 1 മുതലെന്ന്. 1-ാം ദിവസം ഏതാണ്? എങ്ങനെ അറിയാം? 1-ാം ദിവസം ഞായറാഴ്ച അല്ലെ? കലണ്ടർ എടുത്ത് നോക്കിയാൽ അതിൽ 1-ാം ദിവസം ഏതാണ്? ഞായറാഴ്ച. ഇനി വേദോസ്തം എടുത്ത് നോക്കിയാലും പിടികിട്ടും. എന്താ? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസമാണ്. ക്രൈസ്തവ ലോകം ഇന്ന് ഞായറാഴ്ച ആരാധിക്കുന്നു. എന്താ കാരണം പറയുന്നത്? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ ഞായറാഴ്ച ആരാധിക്കുന്നു. നമ്മൾ ആസ്ട്രേലിയയിൽ ചെന്ന് ചോദിക്കുക, അമേരിക്കയിൽ ചെന്ന് ചോദിക്കുക, ഇംഗ്ലണ്ടിൽ ചെന്ന് ചോദിക്കുക, സൗത്ത് ആഫ്രിക്കയിൽ ചെന്ന് ചോദിച്ച് ഒരു സഹോദരനെ വിളിച്ച് ചോദിക്കുക, സഹോദര നിങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ന് ആരാധിക്കുന്നത്? ഇന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസമായതുകൊണ്ടാണ്. ഇന്ത്യയിൽ വന്ന് ചോദിച്ചാലും പറയും, അത് തന്നെ പറയും അല്ലേ? എന്ന ചോദ്യം, ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും ആരാധനയുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഉണ്ടോ? നമുക്ക് നോക്കാം. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എവിടായിരുന്നു? ഗൾഫിലായിരുന്നു. അമേരിക്കയിലായിരുന്നു? അല്ല. പിന്നെയോ സ്വർഗത്തിലായിരുന്നു. സ്വർഗത്തിൽ ആരാധന ഉണ്ടായിരുന്നോ? ഇപ്പൊ വായിച്ചല്ലോ, സാറാഫുകൾ, 6 ചിറകുള്ള സാറാഫുകൾ, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ആരാധിച്ചിരുന്നു. എന്താ ആരാധനയുടെ കാരണം? യേശു ഉയർത്തെഴുന്നേറ്റതാണോ? ഉയർത്തെഴുന്നേറ്റതുകൊണ്ടാണോ സ്വർഗത്തിൽ ആരാധിച്ചത്? അല്ല. പിന്നെയോ സൃഷ്ടിതാവായതുകൊണ്ടാണ് അല്ലേ? യേശു ഈ ഭൂമിയിലേക്ക് വരുന്നതിനും 4000 മുമ്പ് 4000 വർഷത്തോളം ഈ ഭൂമിയിലെ ജനങ്ങൾ യേശുവിനെ ആരാധിച്ചിരുന്നു. എന്തായിരുന്നു ആരാധനയുടെ കാരണം? യേശു ഉയർത്തെഴുന്നേറ്റതാണോ? അല്ല. യേശു സകലത്തിന്റെ സൃഷ്ടിതാവായതുകൊണ്ട്. യേശു ജനിച്ചപ്പോൾ കിഴക്ക് നിന്ന് വിദ്വാൻമാർ യേശുവിന്റെ അടുക്കൽ വന്നു വീണ് യേശുവിനെ നമസ്കരിച്ചു, ആരാധിച്ചു. എന്താ കാരണം? യേശു ഉയർത്തെഴുന്നേറ്റതുകൊണ്ടാണോ? അല്ല. പിന്നെയോ ഈ ജനിച്ചിരിക്കുന്നത് സകലത്തിന്റെ സൃഷ്ടിതാവായതുകൊണ്ടാ. കനാന്യ സ്ത്രീ യേശുവിനെ നമസ്കരിച്ചു, ആരാധിച്ചു. എന്താ കാരണം? യേശു ഉയർത്തെഴുന്നേറ്റതുകൊണ്ടാണോ? അല്ല. യേശു സകലത്തിന്റെയും സൃഷ്ടിതാവായതുകൊണ്ടാ. അപ്പൊ ആരാധനയുടെ കാരണം ഉയർത്തെഴുന്നേൽപ്പല്ല, പിന്നെയോ യേശു സകലത്തിന്റെയും സൃഷ്ടിതാവായതുകൊണ്ടാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പൊ നാം എന്ന് ആരാധിക്കണം? യഹോവ ആരാധനയ്ക്കായിട്ടുണ്ടാക്കി തന്ന ദിവസം. അപ്പൊ 1-ാം ദിവസം ഞായറാഴ്ചയാണെങ്കിൽ 7-ാം ദിവസം ശനിയാഴ്ചയാണ് അല്ലെ? ഇന്ന് ലോകത്തിൽ ആർക്ക് സംശയമില്ലാത്തൊരു കാര്യമുണ്ട്, ഇന്ന് യഹൂദൻ ലോകത്തിലുണ്ട്. യഹൂദൻ ഇന്നും ആരാധന എന്നാ? ശനിയാഴ്ച. അന്നും ആരാധന എന്നായിരുന്നു? ശനിയാഴ്ചയായിരുന്നു. എന്താ കാരണം? വേദപുസ്തകം അങ്ങനെ പറയുന്നു. ഇന്ന് ലോകത്തിൽ ആർക്കും സംശയമുണ്ടാകാത്ത വിധത്തില് യഹൂദനെ ദൈവം ഭൂമിയുടെ പരപ്പില് ശേഷിപ്പിച്ചിരിക്കുന്നെങ്കിൽ അവനെ നോക്കിയാൽ മതി. നമ്മുടെ അടൂർ ചർച്ചില് ഒരു സാറ് ദിബന്ധോക്കോസ്ത് മിഷനിൽ നിന്നും നമ്മുടെ സഭയിൽ സ്ഥാനപ്പെട്ടു. ദിബന്ധോക്കോസ്ത് മിഷൻ ഇപ്പൊ എൻ്റെ അടുത്ത് വന്ന് ബൈബിൾ സ്റ്റഡിക്ക് വന്നു. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, പാസ്റ്ററെ ഈ ഞായറാഴ്ചയല്ല ശനിയാഴ്ചയാണ് ആരാധനയെന്ന് പാസ്റ്റർ എങ്ങനെ തെളിയിക്കും? ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ലോകത്തിൽ ഇന്ന് യഹൂദന്മാർ ജീവിച്ചിരിപ്പുണ്ട്, അവർക്ക് അന്നും ശനിയാഴ്ചയാ, യേശുവിന്റെ കാലത്ത് ശനിയാഴ്ചയാ, ഇന്ന് ശനിയാഴ്ച. കാരണം എന്താ? അവർക്കൊരൊറ്റ പ്രമാണമേ ഉള്ളൂ. സാറിന് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം സ്നാനപ്പെട്ടു, നമ്മുടെ സഭയിൽ അംഗമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളെല്ലാം ദിബന്ധോക്കോസ്ത് മിഷനിലാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ആരാധനയ്ക്ക് ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസം ആഴ്ചവട്ടത്തിന്റെ 7-ാം ദിവസമായ ശനിയാഴ്ച. അപ്പൊ യഹോവ ഉണ്ടാക്കിയ ദിവസം. മർക്കോസ് 2:27 പറയുന്നുണ്ട്, എന്ത്? മനുഷ്യൻ ശബത നിമിത്തമല്ല, ശബത മനുഷ്യൻ നിമിത്തമത്രേ ഉണ്ടായത്. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ദി സാബത്ത് വാസ് മെയ്ഡ് ഫോർ മാൻ. മനുഷ്യന് വേണ്ടി ശബത്തിനെ ഉണ്ടാക്കി നൽകി. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാറുണ്ട്, നമ്മൾ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകാരോടും പറയാറുണ്ട്, ദൈവം ഈ ആഴ്ചവട്ടത്തിന്റെ 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. എന്താ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ? ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ സെറ്റ് ഇറ്റ്സ് എ പാർട്ട് ഫോർ ഹോളി പർപ്പസസ്. എന്താ മനസ്സിലായി? വിശുദ്ധ ആവശ്യങ്ങൾക്കായിട്ട് മാറ്റിവെച്ചു. എന്തിനു വേണ്ടി മാറ്റിവെച്ചു? വിശുദ്ധ ഓണസദ്യ ഉണ്ണാനായിട്ട് മാറ്റിവെച്ചു. ഇന്ന് പലരെയും പള്ളിയിൽ കണ്ടില്ല. എന്താ സഹോദര, ഇന്ന് കുഞ്ഞുങ്ങളെ ഒന്നും കണ്ടില്ലല്ലോ. അവരെല്ലാം അവിടെ പക്ഷേ ഇന്ന് അവർ മറുപടി ഇങ്ങനെ പറയാൻ എഴുതുള്ളൂ, പറയാൻ പോയി. എന്താ പ്രശ്നം? അവിടെ ഓണസദ്യ നടക്കുക. അവരെല്ലാം ഇന്ന് അവിടെ ഉണ്ട്, പാസ്റ്റേ ഉണ്ട് കേട്ടോ. ദൈവം വിശുദ്ധ ആവശ്യങ്ങൾക്കായിട്ട് മാറ്റിവെച്ചതിനെ നീ സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത്. അങ്ങനെ സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചവരെല്ലാം അനുഭവിച്ചിട്ടുണ്ടല്ലേ? നമുക്കറിയാമല്ലോ, ബേൽശസ്സർ രാജാവ്
ദൈവാലയത്തിലെ വിശുദ്ധ പാത്രങ്ങളെ സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചപ്പോൾ ആ രാത്രിയിൽ തന്നെ ദൈവം തമ്പുരാൻ കൈപ്പത്തി അയച്ച രാജാവിന്റെ ന്യായവിധി രേഖപ്പെടുത്തി. മെനെ മെനെ തെക്കേൽ ഊഫർസീൻ. മെനെ എന്ന് പറഞ്ഞാൽ നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. തെക്കേൽ എന്ന് പറഞ്ഞാൽ നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവരായി കണ്ടിരിക്കുന്നു. പെറസ് എന്ന് പറഞ്ഞാൽ നിന്റെ രാജ്യം വിഭാഗിച്ച മേദ്യർക്കും പാഴ്സികൾക്കും കൊടുത്തിരിക്കുന്നു. വാക്യം 30. ആ രാത്രിയിൽ തന്നെ കൽദയ രാജാവായ ബെൽസസാർ നാട് വിട്ടുപോയോ? കൊല്ലപ്പെട്ടു അല്ലെ? കൊല്ലപ്പെട്ടു. എന്താ കാരണം? വിശുദ്ധ ആവശ്യങ്ങൾക്കായിട്ട് മാറ്റിവെച്ചതിനെ സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ദിവസത്തെ വിവാഹത്തിനും വിരുന്നിനും ട്യൂഷനും ടൂറിനും ജോലിക്കും കച്ചവടത്തിനും തൊഴിലുറപ്പിനും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഓർക്കുക, നാം വിശുദ്ധ ആവശ്യങ്ങൾക്കായിട്ട് മാറ്റിവെച്ചതിനെ സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവരാണ്. വിവരം അറിയും. ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കണം. പുറപ്പാട് 20:8 മുതൽ 11 വരെ. ആരും ബൈബിൾ തുറന്ന് വായിക്കരുത്. ബൈബിൾ തുറന്ന് വായിക്കേണ്ട വാക്യമല്ലത്. ശബത നാളിനെ ശുദ്ധീകരിപ്പാൻ മറക്കാം, ഓർക്കാം. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. അന്ന് നീ നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരത്തിയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിൽക്കലകത്തുള്ള പരദേശിയും ഒരു വേലയും 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും ആവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബത നാളിനെ അനുഗ്രഹിച്ച് സെറ്റ് ഇറ്റ് അപ്പാർട്ട് ഫോർ ഹോളി പർപ്പസസ്, വിശുദ്ധ ആവശ്യങ്ങൾക്കായിട്ട് വേർതിരിച്ചു. ദൈവത്തിന് സ്തോത്രം. അയ്യോ, ദൈവത്തിന്റെ സ്വന്തം വിരൽ കൊണ്ട് എഴുതുന്ന ദൈവത്തിന്റെ 10 കൽപ്പനയിലെ 4ാമത്തെ കൽപ്പന പറയുകയാണ്, നീ ആഴ്ചവട്ടത്തിന്റെ 7-ാം ദിവസം നീ നിന്റെ പിള്ളേരും ഭാര്യയും ഒക്കെ ചേർന്ന് എന്ത് ചെയ്യണം? ദൈവാലയത്തിൽ പോയി ദൈവത്തെ ആരാധിക്കണം. ഈ ദൈവാലയത്തിൽ തന്നെ പോയി ആരാധിക്കണം നിർബന്ധമുണ്ടോ? വീട്ടിൽ നിന്ന് ആരാധിച്ചാൽ ദൈവം കേൾക്കത്തില്ലയോ? ജോസഫ് സാറേ, വീട്ടിൽ നിന്ന് ആരാധിച്ചാൽ കേൾക്കത്തില്ലയോ? 5-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം, ഞാനോ അങ്ങയുടെ കൃപയുടെ ബഹുത്വത്താൽ എന്റെ വീട്ടിലിരുന്ന്, വീട്ടിലിരുന്നല്ല, ഞാനോ അങ്ങയുടെ കൃപയുടെ ബഹുത്വത്താൽ അങ്ങയുടെ ആലയത്തിലേക്ക് ചെന്ന് അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ അങ്ങയിലുള്ള ഭക്തിയോടെ ആരാധിക്കും. എന്തിനാ ആലയത്തിൽ പോയി ആരാധിക്കുന്നത്? വീട്ടിലിരുന്ന കുഴപ്പമെന്തുവാ? മിക്ക ജോൺ പാസ്റ്ററെ, ആലയത്തിൽ തന്നെ പോയി പ്രാർത്ഥിച്ചാൽ അതിന്റെ കാരണമുണ്ട്. 73-ാം സങ്കീർത്തനം വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കണം. ആസാബ് പറയുന്നു, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. എന്നാൽ എന്റെ കാലുകൾ ഏകദേശം ഇടറി, എന്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു, അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തു നിൽക്കുന്നു. അവർ മറ്റ് മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നില്ല. ആകയാൽ ഡംഭം അവർക്ക് മാലയായിരിക്കുന്നു, ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു. അങ്ങനെ താഴോട്ട് വായിച്ച പുള്ളിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ദുഷ്ടന്മാരെല്ലാം നല്ല തടിച്ചു വഴുത്ത് പിടിപിടിക്കന്മാരായിട്ടിരിക്കുന്നു. അവർക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ പാവപ്പെട്ട ഉപദേശിക്ക് എന്നും കെട്ടവും കഷ്ടതയും ആകെ പ്രശ്നങ്ങളാ. അതിന്റെ ഉത്തരം പിടികിട്ടത് എപ്പോഴാണെന്ന് അറിയാമോ? താഴോട്ട് ചെല്ലുമ്പോൾ. ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു. ഹല്ലേലൂയ. അപ്പോഴാ കാര്യം പിടികിട്ടത്. അപ്പൊ പറഞ്ഞ എങ്ങോട്ട് പോയി? ദൈവാലയത്തിലേക്ക് പോയി. അവിടെ ചെല്ലുമ്പോഴ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത ആലയത്തിന്റെ പ്രത്യേകതയുണ്ട്. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അവിടെ ഇരിക്കുന്ന ഓരോ ഉപകരണങ്ങളും ഇവൻ കണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ രക്ഷയുടെ വഴി അവൻ വരച്ചിട്ടിരിക്കുന്ന ബ്ലൂ പ്രിന്റ്. ഇന്നൊരു പൽക്കാലം പഠിച്ചല്ലോ, രക്ഷയുടെ ബ്ലൂ പ്രിന്റ് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തത് സമാഗമന കൂടാരത്തിലൂടെയായിരുന്നു. ആലയത്തിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. സംഗീതക്കാരൻ പറയുന്നു, എന്താ? ഒരു കാര്യം ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവിടുത്തെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. എൻ്റെ ആയുഷ്കാലമൊക്കെയും ആ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ ആലയത്തിലേക്ക് ചെന്നുള്ള ആരാധന, അതെന്താ ആരാധിക്കേണ്ടത്? സാധാരണ ആളുകൾ പാസ്റ്റർ എല്ലാ ദിവസവും ആരാധിക്കാം, ഒരു കുഴപ്പമില്ല. ഞാനും പറയും, എല്ലാ ദിവസവും ആരാധിക്കാം, ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ രാവിലെ ആരാധനയുണ്ട്, വൈകിട്ട് ആരാധനയുണ്ട്, എല്ലാ വിശുദ്ധ ദിവസത്തിലും ആരാധനയുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷെ സഭായോഗം കൂടി ആരാധിക്കേണ്ടത് ആഴ്ചവട്ടത്തിന്റെ 7-ാം ദിവസത്തിലാണ്. ആരാധന എല്ലാ ദിവസവും നടത്തിക്കോ, വീട്ടിലോ നാട്ടിലോ എവിടെ വേണമെങ്കിലും ആരാധിച്ചോ. പക്ഷേ സഭായോഗം കൂടേണ്ടത്
7-ാം ദിവസത്തിൽ അല്ലേ? നമ്മൾ ലേവ്യ പുസ്തകം 23-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എന്താ വായിക്കുന്നത്? 6 ദിവസം വേല ചെയ്യണം, 7-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണ്ടുന്ന സ്വസ്ഥതയ്ക്കുള്ള ശബദം. അന്ന് നിന്റെ അഭ്യാസം ഒന്നും പറ്റത്തില്ല, എന്നും ആരാധിച്ചു ഒരു കുഴപ്പമില്ല. പക്ഷെ സഭായോഗം കൂടി ദൈവത്തെ ആരാധിക്കേണ്ടത് ആഴ്ചവട്ടത്തിന്റെ 7-ാം ദിവസമായ ശനിയാഴ്ചയായ വിശുദ്ധ ശബദിലാണ്. അങ്ങനെ ആരാധിച്ചാൽ എന്താ ഗുണം? യെശയ്യാ 58:13-14 നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബദിൽ നിന്റെ കാലടക്കി വെച്ച് ശബദിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും ആ സഭായോഗം കൂടി ആരാധിക്കേണ്ടത് ആഴ്ചവട്ടത്തിന്റെ 7-ാം ദിവസമായ വിശുദ്ധ ശബദിലാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നോക്കിയേ, 1 നാം എങ്ങോട്ട് മടങ്ങി വരണം? നീ ചെന്ന് വടക്കോട്ട് നോക്കി ഈ വചനങ്ങളെ വിളിച്ചു പറയുക, വിശ്വാസത്യാഗിനിയായ ഇസ്രായേലെ മടങ്ങി വരിക. 1 എങ്ങോട്ട് മടങ്ങണം? നീ നിന്റെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങണം. 2 നാം വിശുദ്ധീകരണത്തിലേക്ക് മടങ്ങണം. 3 നാം ആരാധനയിലേക്ക് മടങ്ങണം. ഇനി 4 മലാഖി പ്രവചനം അതിന്റെ 3-ാം അധ്യായം 7-ാമത്തെ വാക്യം. മലാഖി 3:7 നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എന്റെ ചട്ടങ്ങൾ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു. എന്റെ അടുക്കലേക്ക് മടങ്ങി വരുവീൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അപ്പൊ നോക്കി, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എന്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു, എന്റെ അടുക്കലേക്ക് മടങ്ങി വരുവേൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മൾ എങ്ങോട്ട് മടങ്ങി വരണം? പ്രമാണത്തിലേക്ക് മടങ്ങണം. അപ്പൊ 3 ആരാധനയിലേക്ക് മടങ്ങണം. നമ്മളത് കറണ്ട് പോയി എല്ലാം പറയാനായിട്ട് എനിക്ക് സാധിച്ചില്ല. ഓക്കെ, 4-മതായിട്ട് പ്രമാണത്തിലേക്ക് മടങ്ങണം എന്ന് പറഞ്ഞാൽ എന്താ? പ്രമാണത്തിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാന്റെ കൽപ്പനകളിലേക്ക് ഒരു മടങ്ങി വരവ് ആവശ്യമാണ്. അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് ദൈവം നമ്മെ പ്രമാണത്തിലേക്ക് വിളിക്കുന്നതിന്റെ കാരണം? ദൈവം തന്റെ സിംഹാസനം വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ പ്രമാണത്തിന് മുകളിലാണ്. ശ്രദ്ധിക്കണേ, ദൈവം തന്റെ സിംഹാസനം എവിടെ വെച്ചിരിക്കുന്നു? പ്രമാണത്തിന് മുകളിൽ. നമുക്കറിയാം, സമാഗമന കൂടാരത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് എന്തിരിക്കുന്നു? നിയമപ്പെട്ടകം. നമ്മൾ ശ്രദ്ധിച്ചു ഉത്തരം പറഞ്ഞ, പണ്ട് ഞാൻ ഈ ബോബനും മോളിയൊക്കെ വായിക്കുന്ന സ്വഭാവമുണ്ട്. ചെറുപ്പകാലത്ത് തമാശയൊക്കെ വായിക്കും. ബോബനും മോളിയോട് ചോദിച്ചു, സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ പച്ചിലകളിൽ എന്ത് നടക്കുന്നു? ഉറുമ്പ് നടക്കുന്നു. ശരിയല്ലയോ? നമ്മുടെ മണ്ടത്തര ഉത്തരവുകളൊന്നും വിളിച്ച് പറയരുത്. കടലിൽ കിടക്കുന്ന മത്സ്യത്തെ പിടിച്ച് കരക്കിട്ടാൽ എന്ത് സംഭവിക്കും? കാക്ക എടുത്തോണ്ട് പോകും. ശരിയല്ലയോ? അപ്പൊ നോക്കിക്കേ, വചനം പറയുന്നു നിങ്ങൾ പ്രമാണത്തിലേക്ക് മടങ്ങി വരണം. എന്തുകൊണ്ടാണ് പ്രമാണത്തിലേക്ക് മടങ്ങി വരേണ്ടുന്നത്? അതിന്റെ കാരണം ദൈവം തന്റെ സിംഹാസനം വെക്കുന്നത് പ്രമാണത്തിന് മുകളിലാണ്. നമ്മള് വളരെ ശ്രദ്ധിക്കണമേ. ഈ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു. പുറപ്പാട് 25:8 ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. അപ്പൊ നോക്കിയ, ദൈവം തന്നെ ജനത്തോട് പറഞ്ഞു, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ 10-ാമത്തെ വാക്യം, ഖദിരമരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണം. അതിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവും വേണം. ഇനി അതിന്റെ 16-ാമത്തെ വാക്യം, ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിൽ വയ്ക്കണം. അപ്പൊ ശ്രദ്ധിച്ച്, 1 ദൈവം പറയുകയാണ് ഖദിരമരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണം. 2 ആ പെട്ടകത്തെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്? ഖദിരമരം കൊണ്ട് പെട്ടകം ഉണ്ടാക്കണം. അതിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവും. എന്നിട്ട് പറയണം, ആ പെട്ടകത്തിനകത്ത് ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം വെക്കണം. ഇനി താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ 21, 22 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു, കൃപാസനത്തെ പെട്ടകത്തിന് മീതെ വെക്കണം. ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിനകത്ത് വയ്ക്കണം. അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. അപ്പൊ ശ്രദ്ധിക്കണമേ, ദൈവം പറയുന്നു ഒരു പെട്ടകം ഉണ്ടാക്കാൻ. ആ പെട്ടകത്തിനകത്ത് സാക്ഷ്യം വെക്കണം, പ്രമാണം വെക്കണം, 10 കൽപ്പന വെക്കണം. എന്നിട്ട് പറയാണ് പെട്ടകത്തിന്റെ മുകളിൽ കൃപാസനം വെക്കണം. എന്താ കൃപാസനം? മേഴ്സി സീറ്റ് എന്ന് പറഞ്ഞാൽ കൃപയുടെ ആസനം, ദൈവത്തിന്റെ സിംഹാസനം. ദൈവം എവിടെ ഇരിക്കുന്നു? 10 കൽപ്പന ഇട്ട് വെച്ച പെട്ടകത്തിന്റെ. ദൈവം സാധാരണ സ്ഥലത്തൊന്നും എന്ത് ചെയ്യത്തില്ല, ഇരിക്കത്തില്ല.
ദൈവത്തിന്റെ സിംഹാസനം പെട്ടകത്തിന്റെ മുകളിലെ 10 കൽപ്പന ഇട്ട് വെച്ചിരിക്കുന്ന പെട്ടകത്തിന്റെ മുകളിലാണ്. എന്നിട്ട് പറയാം, അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. കൃപാസനത്തിന്മേൽ നിന്നും സാക്ഷ്യപ്പെട്ടകത്തിന്മേൽ നിൽക്കുന്ന 2 കെരൂബുകളുടെ മധ്യത്തിൽ നിന്നും ഇസ്രായേൽ മക്കളോട് കൽപ്പിക്കാനിരിക്കുന്ന സകലവും ഞാൻ നിന്നോട് അരുളി ചെയ്യും. അപ്പൊ പഴയ നിയമകാലത്ത് ദൈവത്തിന്റെ സിംഹാസനം ദൈവത്തിന്റെ 10 കൽപ്പന ഇട്ട് വെച്ചിരിക്കുന്ന പെട്ടകത്തിന്റെ മുകളിലാണ്. അപ്പൊ ദൈവം സാധാരണ സ്ഥലത്ത് ഇരിക്കത്തില്ല. പുതിയ നിയമകാലത്തോ ദൈവം എവിടെ ഇരിക്കുന്നത്? പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 3:16-17 വാക്യങ്ങളിൽ നിങ്ങൾ അനുമാനിച്ചിട്ടില്ലയോ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും അല്ലെ? അപ്പൊ നമ്മെ ദൈവം എന്ത് ചെയ്യുന്നു? വിശുദ്ധ മന്ദിരമാക്കുന്നു. നോക്കിയേ, നമ്മെ വിശുദ്ധ മന്ദിരമാക്കുന്നു. പാസ്റ്റർ റിജോ മോനെ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമാക്കുന്നു. അപ്പോൾ ദൈവത്തിന് ഇരിക്കുവാൻ ഒരു സിംഹാസനം കൊടുക്കണം. എവിടെ? നമ്മുടെ ഹൃദയത്തിനുള്ളിൽ. നമ്മൾ ഈ വെളിപ്പാട് പ്രവചനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യമാണോ? ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. എന്താ ദൈവം ഈ വാതിൽക്കൽ നിന്ന് മുട്ടുന്നതിൻ്റെ കാരണം? അടഞ്ഞിരിക്കുന്നു അല്ലേ? നമ്മൾ ഈ കൺവെൻഷൻ യോഗങ്ങളിലൊക്കെ ഞാൻ പണ്ടൊക്കെ ഈ കൺവെൻഷനൊക്കെ സംബന്ധിക്കും. അപ്പോൾ ഉപദേശമാരൊക്കെ അവസാനമാകുമ്പോൾ കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ദൈവം നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. നാളുകളായി മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആരെങ്കിലും കർത്താവിന് വേണ്ടി ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുത്താൽ അവിടെ നകത്ത് വന്ന് നിന്നോടും അവിടെ നിന്ന് നിന്നോടും കൂടി അത്താഴം കഴിക്കുന്ന ദൈവമാണ്. ആര് തുറക്കും എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എനിക്ക് ഞാൻ വിചാരിക്കുന്നത് ഞാൻ തുറന്നു കൊടുത്താലേ കർത്താവിന് കയറാൻ ആരെങ്കിലും തുറക്കേണ്ടെന്ന് വല്ല കാര്യമുണ്ടോ? കർത്താവിന് കയറാൻ പറ്റാത്ത വല്ല സ്ഥലമുണ്ടോ റജി സാറേ? ഇല്ല. കർത്താവിന് എവിടെ വേണമെങ്കിലും കയറാം. ഈ പ്രപഞ്ചത്തിന്റെ ഏതു കോണിലും ആമേൻ ഇത് നിർമ്മിച്ച ദൈവത്തിന് കയറുന്നതിന് ഒരു പ്രയാസമില്ല. പക്ഷേ വെളിപ്പാട് പ്രവചനത്തില് ആമേൻ ഇവിടെ യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. അതെന്താ ദൈവം കയറാത്തത്? ദൈവ സാധാരണ സ്ഥലത്തൊന്നും കയറിയിരിക്കത്തില്ലെന്ന്. ദൈവത്തിന് അവിടെ ഇരിക്കണമെങ്കിൽ ഇരിക്കാൻ പറ്റിയ ഒരു പരുവത്തിലുള്ള സീറ്റ് വേണം. സമാഗമന കൂടാരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് 10 കൽപ്പന ഇട്ട് വെച്ചിരുന്ന പെട്ടകത്തിന് മുകളിലാണ് ദൈവം ഇരുന്നതെങ്കിൽ പുതിയ നിയമകാലത്ത് എന്നെയും നിങ്ങളെയും പെട്ടകമാക്കുമ്പോൾ, എന്നെയും നിങ്ങളെ മന്ദിരമാക്കുമ്പോൾ ദൈവത്തിന് ഇരിക്കണമെങ്കിൽ ദൈവത്തിന് ഇരിക്കാൻ പറ്റിയൊരു സിംഹാസനം ഒരുക്കണം. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 8-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങളിൽ ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞത്. എബ്രായർ 8:8 മുതൽ ഉള്ള വാക്യങ്ങളിൽ എന്ത്? ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദാ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരോട് ചെയ്ത നിയമം പോലെയല്ല. അവർ എൻ്റെ നിയമത്തിൽ നിലനിന്നില്ല, ഞാൻ അവരെ ആദരിച്ചതുമില്ല. അടുത്ത വാക്യം. കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ശ്രദ്ധിച്ചോണേ, ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായി ഇരിക്കും. അപ്പൊ എന്റെ ഉള്ളിൽ യേശു ഇരിക്കണമെങ്കിൽ 10 കൽപ്പനയാകുന്ന ന്യായപ്രമാണം എന്റെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ എഴുതണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവം തമ്പുരാൻ നമ്മുടെ ഉള്ളിൽ വസിക്കണമെങ്കിൽ 10 കൽപ്പനയാകുന്ന ന്യായപ്രമാണം വേണം. ആ പ്രമാണം ഉള്ളിലുള്ളവന്റെ അകത്തോട്ടേ ദൈവം കയറത്തുള്ളൂ, യേശു ഇരിക്കത്തുള്ളൂ. രാത്രികാലം ഉറങ്ങിയും മയങ്ങിയും ഇങ്ങനെ മരവെച്ച് ഇരിക്കുവാനല്ല പ്രിയമുള്ളവരെ. നമ്മുടെ കർത്താവിൻ്റെ പ്രമാണം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ എഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. നാം പ്രമാണത്തിലേക്ക് മടങ്ങി വരണം. അപ്പൊ നോക്കിക്കേ, 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1, വിശ്വാസത്യാഗിനിയായ ഇസ്രായേലെ മടങ്ങി വരിക. 1, എങ്ങോട്ട് മടങ്ങി വരണം? ഹോശേയ 12:6 വായിച്ചു, നീ നിന്റെ ദൈവത്തിന്റെ അടുക്കലേക്ക്. 2, 1 Thessalonians 4:3 വായിച്ചു. എന്ത് വായിച്ചു? വിശുദ്ധീകരണത്തിലേക്ക് മടങ്ങി വരണം, സ്നാനപ്പെടണം. 3, ആരാധനയിലേക്ക് മടങ്ങണം, സത്യാരാധനയിലേക്ക്. എന്ന് പറഞ്ഞാൽ ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തിൽ ആരാധിക്കണം. 4, ദൈവിക പ്രമാണത്തിലേക്ക് മടങ്ങി വരണം, ദൈവത്തിന്റെ 10 കൽപ്പനകളും അനുസരിച്ചുള്ള വിശുദ്ധ ജീവിതം. അപ്പൊ എന്റെ ചോദ്യം, 10 കൽപ്പനകളെ അനുസരിക്കാതെ വിശുദ്ധ ജീവിതം സാധ്യമാണോ? ഇല്ല.
ദൈവത്തിന്റെ 10 കൽപ്പനകളും അനുസരിക്കാതെ വിശുദ്ധ ജീവിതം അസാധ്യമാണ്. അതുകൊണ്ട് പ്രമാണത്തിലേക്കൊരു മടങ്ങി വരവ് ആവശ്യമാണ്. ഇന്ന് രാത്രികാലം ചോദിക്കട്ടെ, നാം ഈ രക്ഷകനായ യേശു ക്രിസ്തുവിലേക്ക് വന്നിട്ടുണ്ടോ? നാം ശരിയായ വിശുദ്ധീകരണത്തിലേക്ക് വന്നിട്ടുണ്ടോ? 3, നാം ശരിയായ ആരാധനക്കാരുടെ കൂട്ടത്തിലാണോ? 4, നാം ദൈവത്തിന്റെ 10 കൽപ്പനകളോട് നമ്മുടെ സമീപനം എന്താണ്? അത് മാറിപ്പോയെന്നും അത് നീങ്ങിപ്പോയെന്നും അത് കുരിശിൽ തറച്ചെന്നും അത് യഹൂദന് കൊടുത്തതാണെന്നും ഞങ്ങൾ പുതിയ നിയമ ക്രിസ്ത്യാനികളും വലിയ കൃപയുടെ പുള്ളികളുമായതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രമാണത്തിന് പുറംതിരിഞ്ഞു നിൽക്കുന്ന ലോകമേ, വചനം പറയുന്നു, നീ നിന്റെ ദൈവത്തിന്റെ പ്രമാണത്തിലേക്ക് മടങ്ങി വരണം. വെളിപ്പാടില് നമ്മൾ വാക്യം വായിക്കുന്നുണ്ടല്ലോ, ദൈവകൽപ്പനയും ഏത് വാക്യത്തിലാണ് വായിക്കുന്നത്? പഴിക്കല്ലേ രാത്രി. വെളിപ്പാട് പാസ്റ്ററല്ല പറയട്ടെ, വിശ്വാസികൾ പറഞ്ഞാട്ടെ. വെളിപ്പാട് 14:12 അല്ലെ? അപ്പൊ സ്വർഗത്തിൽ ആരെയും ആവശ്യം? ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്നു പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച് വിശുദ്ധീകരണം പ്രാപിച്ച് സത്യ ആരാധനക്കാരായി ദൈവിക പ്രമാണത്തെ അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നവരാണ് സ്വർഗത്തിൽ പോകുന്നത്. ഇന്ന് രാത്രികാലം ഈ ദേശത്തെ പ്രിയപ്പെട്ടവരോട്, ഇന്നിവിടെ കടന്നു വന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നാം സ്വർഗരാജ്യത്തിന് അവകാശികളാകണമെങ്കിൽ ഈ 4 ക്വാളിറ്റീസ് നമുക്ക് വേണം. 1, കർത്താവിലേക്ക് വരണം. 2, വിശുദ്ധീകരണത്തിലേക്ക് വരണം. 3, ആരാധനയിലേക്ക് വരണം. 4, പ്രമാണത്തിലേക്ക് വരണം. അങ്ങനെയായാൽ നമുക്ക് സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാനായിട്ട് സാധിക്കും. എത്ര പേർ ഇന്ന് രാത്രികാലം തീരുമാനമെടുക്കും? കർത്താവേ, എന്നെ ഇത് അവിടുത്തെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. ഞാൻ യേശു ക്രിസ്തുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നു. വേറെ ലോകത്തിൽ മഹാന്മാരും ഉന്നതന്മാരും ഒക്കെ ഉണ്ടെങ്കിലും ആമേൻ, ലോകത്തിൽ മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി ആമേൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഈ യേശുവിനെ എൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുന്നു. ഹൃദയം യേശുവിനായിട്ട് തുറന്നു കൊടുക്കുമോ? ഒരുപക്ഷെ സമന്തരെ അഡ്വന്റിസ്റ്റുകാരെന്ന പേരുണ്ടെങ്കിലും ഇന്ന് ക്രിസ്തുവിന് ഹൃദയത്തിന്റെ പുറത്താണ് സ്ഥാനമെങ്കിൽ ഈ രാത്രികാലം ഒരവസരമുണ്ട് ദൈവത്തിങ്കിലേക്ക് വരാൻ. 2, കർത്താവേ, ഞാൻ ഏറ്റിരിക്കുന്ന സ്നാനം പലപ്പോഴും എന്നെ ചിന്തിപ്പിച്ചുള്ള കാര്യമാണ്. ശരിയായ സ്നാനമേൽക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. 3, ഞാൻ ആരാധിക്കുന്ന ആരാധന തെറ്റായ ആരാധനയാണെന്ന് രാത്രികാലം കൽപ്പിച്ചല്ലോ. സത്യ ആരാധനയിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. 4, ദൈവത്തിന്റെ 10 കൽപ്പനയാകുന്ന പ്രമാണത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. അങ്ങനെ എത്ര പേർ തീരുമാനമെടുക്കും? പ്രിയമുള്ളവരെ, കാലം അതിന്റെ അവസാന നിമിഷങ്ങളിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്ത വാതിൽക്കലാണ്. എത്രയും വേഗം തന്നെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു കടന്നു വരാൻ പോകുകയാണ്. നാം ഒരുങ്ങിയിട്ടുണ്ടോ? ഇന്ന് യേശു വന്നാൽ, അല്ലെങ്കിൽ ഇന്ന് നാം മരിച്ചാൽ നമ്മുടെ നിത്യത നാം എവിടെ ചെലവഴിക്കും? ഒരു ചോദ്യചിഹ്നം മനസ്സിൽ കിടക്കട്ടെ. നമുക്ക് തീരുമാനമെടുക്കാം. ഇന്ന് രാത്രികാലം ഗായക സംഘം പാട്ട് പാടാൻ പോവുകയാണ്. ഏത് പാട്ടാ മോളെ പാടുന്നത്? വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കാ, പ്രിയൻ വരുവതിന് താമസമേറെയില്ല. എത്ര മനോഹരമായ പാട്ടാണ്. നമുക്ക് ഈ പാട്ട് പാടുമ്പോൾ തങ്ങളെ തന്നെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്വസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. എന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന കർത്താവേ, നേരത്തെ സമർപ്പിച്ചുള്ള പ്രിയപ്പെട്ടവർ പുതുക്കി സമർപ്പിക്കുന്നു. ഇനിയും വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് മുന്നേറുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. രാത്രികാലം കർത്താവ് അതിനായിട്ട് സഹായിക്കട്ടെ. ഗായക സംഘം പാട്ട് പാടുമ്പോൾ നമുക്ക് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ കരങ്ങളെ അടിച്ച് ഗായക സംഘത്തോടൊപ്പം ചേർന്ന് നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. വായും പൂട്ടി ആരും മരവിച്ചതുപോലെ നിൽക്കരുത്. എല്ലാവരും വാ തുറന്ന് ദൈവത്തെ ആരാധിച്ചാട്ട്. സ്വർഗീയ ആരാധന നമ്മൾ കണ്ടല്ലോ. 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർത്തുപാടുന്ന ദൂതസംഘത്തോടൊപ്പം ചേർന്ന് നമ്മുടെ കർത്താവിനെ നമുക്ക് പാടി സ്തുതിക്കാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. ചേർന്ന് പാടാം.